നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്നു വരുന്ന വെബ് പരമ്പരയുടെ 1124 ദിവസം. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് അതിഥിയായി എത്തുന്നത് ഡോക്ടർ അമൽചന്ദ്ര പനയ്ക്കൽ ആണ്. ഡോക്ടറുടെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ അമൽചന്ദ്ര നമുക്ക് നേരത്തെയും ഒരു ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ഡോക്ടർ BHMS, PG, CCN, NIN, ICMR, HRF, NIE, ICMR ഈ ക്വാളിഫിക്കേഷനുകളെല്ലാം ഉള്ള ഡോക്ടറാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം മെറ്റബോളിക് സിൻഡ്രം എന്നുള്ളതാണ്. ഇന്നത്തെ ക്ലാസിന്റെ വിഷയം മെറ്റബോളിക് സിൻഡ്രം കാരണങ്ങളും ഹോമിയോപ്പതിയിലൂടെയുള്ള പരിഹാരങ്ങളും എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസിന്റെ വിഷയം. ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി നമ്മുടെ കാലിക്കട്ട് ഹോമിയോ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഗീത ജോസ് ഇന്ന് നമ്മെ വിട്ടുപോയി. ഡോക്ടർ ഗീത ജോസിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം മൗന പ്രാർത്ഥന. നന്ദി. ഡോക്ടർ ഗീതയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞു. വളരെ ഒന്നുകൂടി ഡോക്ടറെ സ്വാഗതം ചെയ്യുകയാണ്. നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് ഡോക്ടർ അമൽചന്ദ്രയെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടറെ ക്ലാസ് കാണാമോ? കാണാം. മെറ്റബോളിക് സിൻഡ്രോം. യെസ്, താങ്ക് യു. ഹായ്. സോ ഇന്നത്തെ എന്റെ ടോപ്പിക് ഇസ് ബേസിക്കലി മെറ്റബോളിക് സിൻഡ്രോം. ഞാൻ ഈ ടോപ്പിക് ക്യൂഫയുടെ തന്നെ ഒരു പണ്ടത്തെ ഒരു ഇതില് പ്രസന്റ് ചെയ്ത ഒരു ടോപ്പിക്കാണ്. അത് അന്നും വളരെ റെലവെന്റ്, കേരളത്തിലെ നമ്മുടെ ജീവിത സാഹചര്യത്തിന് വളരെയധികം റെലവെന്റ് ആയതുകൊണ്ട് തന്നെയാണ് ആ ടോപ്പിക് സെലക്ട് ചെയ്തത്. ഇന്നും അത് ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് മെറ്റബോളിക് സിൻഡ്രോം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഇസ് ബേസിക്കലി എ ക്ലസ്റ്റർ ഓഫ് സിംറ്റംസ്. അതായത് ഒരു കണ്ടീഷൻസിന്റെ ഹലോ കാണാനും കേൾക്കാനൊക്കെ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. ഇൻട്രൊഡക്ഷൻ. യെസ്, ഹൈ. സോ ബേസിക്കലി ഇതിന് വേറെ കുറച്ച് പേരും കൂടെ ഉണ്ട്. ഈ സിൻഡ്രോം എക്സ്, ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നൊക്കെ പറയാറുണ്ടെങ്കിൽ പോലും ഇത് ബേസിക്കലി ഒരു കോമ്പിനേഷൻ ഓഫ് മെഡിക്കൽ ഡിസോർഡേഴ്സ് ആണ് ദാറ്റ് ഒരുമിച്ച് ഒക്കർ ചെയ്യുമ്പോഴത്തേക്കും ദാറ്റ് ഇൻക്രീസസ് ദ റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് കാർഡിയോവാസ്കുലർ ഡിസീസ് ആൻഡ് ഡയബറ്റീസ്. അതിലെന്ന് പറയുമ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഉള്ളത് കേരളത്തിലാണ്. അതിൽ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് എറണാകുളം, തൃശ്ശൂർ, കോട്ടയം എന്നീ പറയുന്ന മധ്യ കേരള ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഉള്ള ഒരു കണ്ടീഷനാണ് ഈ മെറ്റബോളിക് സിൻഡ്രോം. ഇതില് എങ്ങനെ ഡയഗ്നോസ് ചെയ്യണം എന്നുള്ളതിന് ക്രൈറ്റീരിയ ഓഫ് ഡയഗ്നോസിസ് ഇന്റർനാഷണൽ ജേർണൽസിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വേരിയേഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ എങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളിത് വളരെ സീരിയസ് ആയിട്ട് അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതിനെപ്പറ്റി സ്റ്റഡീസ് ഒക്കെ എനിക്ക് തോന്നുന്നു ഇപ്പൊ റീസെന്റ് ഇവിടെ ആണെങ്കിലും അമൃതയിൽ അവർക്ക് സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എത്രയൊക്കെ മെഡിക്കൽ ഇന്റർവെൻഷൻസും നമ്മൾ ഇതിന് ചെയ്യാൻ നോക്കിയാലും ദ ട്രൂത്ത് ഇസ് ദ ഫാക്ട് ദാറ്റ് ഇതൊരു ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡർ ആണ്. അപ്പോൾ ഇതിന് അതിൻ്റെതായിട്ടുള്ള അങ്ങനത്തെ ഇന്റർവെൻഷൻസ് തന്നെ ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഇതിൽ 33% ഓഫ് ഇന്ത്യൻ അഡൽട്സ് സഫർ ഫ്രം മെറ്റബോളിക് സിൻഡ്രോം എന്നാ പറയണേ. അതിൽ കേരളയിൽ തന്നെ ഭയങ്കര ഹൈ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൽ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ഞാൻ എന്താ കാണിക്കുന്നുണ്ട്. ഇതിൽ ഹൈപ്പർ ട്രൈഗ്ലിസറൈഡീമിയ, low HDL cholesterol, central obesity, waist circumference above 35 in females and 40 in males. പിന്നെ ഗ്ലൂക്കോസ് റെസിസ്റ്റൻസും ഹൈപ്പർ ടെൻഷനും മൈക്രോ ആൽബുമിനൂറിയ. ഇതില് 4 അറ്റ്ലീസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മെറ്റബോളിക് സിൻഡ്രോം ഡയഗ്നോസ് ചെയ്യാം. അപ്പോൾ നമ്മൾ വളരെ ട്രിവിയൽ ആണ് എന്ന് വിചാരിക്കുന്ന ഈ ഒരു കാര്യം നമുക്ക് ചുറ്റിനും ഒരുപാട് പേർക്കുണ്ട്. റെക്കറന്റ് ആയിട്ട് അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് ഡയഗ്നോസ്റ്റിക് സ്ക്രീനിങ്സ് ചെയ്യാത്ത ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത്. കാരണം അവര് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ അവർ ഒരുപക്ഷെ അവരുടെ അച്ഛനും അമ്മേനെയൊക്കെ സ്ക്രീൻ ചെയ്യുന്ന പോലെ അവർ സ്വന്തം സ്ക്രീൻ ചെയ്യുന്നുണ്ടാവില്ല. ഒരു 35 to 40 year old മിഡിൽ ഏജ് മെൻ ആൻഡ് വിമൻ, അവർക്കാണിത് നല്ല രീതിയിൽ കാണാൻ സാധ്യതയുള്ളത്. പിന്നെ ഇതില് പറയപ്പെടുന്നത് അൺടിൽ മച്ച് നീഡഡ് റിസർച്ച്, അതായത് ബേസിക്കലി എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഈ കണ്ടീഷൻസ് എല്ലാം ഒരുമിച്ച് വരുന്ന ഒരാൾക്ക്
ഒരു കാർഡിയോവാസ്കുലർ ഡിസീസ് ഉണ്ടാവാനായിട്ടുള്ള അറ്റാക്ക് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ആ ഹയർ ഇതിനെയാണ് ഈ പറയുന്ന മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത്, ഇതെല്ലാം കൂടെ കൂടി വരുന്നത്. അപ്പോ അത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണ്. നമ്മൾ ഇത് വന്നു കഴിഞ്ഞിട്ട് ഇത് മെഡിക്കൽ മാനേജ്മെന്റ് ചെയ്യുന്നതിനേക്കാളും വളരെ എന്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ തന്നെ എനിക്ക് വളരെ വളരെ എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ളത് നമ്മൾ അതിന്റെ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡും തെറപ്യൂട്ടിക് ഡയറ്ററി മാനേജ്മെന്റും ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ മരുന്നും കൂടെ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഭയങ്കര ഇതിപ്പോ വളരെ ഇതായിട്ട് റിസർച്ച് നടക്കുന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ട് എല്ലാ റിസ്ക് ഫാക്ടേഴ്സും ഒരേപോലെ ട്രീറ്റ് ചെയ്യാനായിട്ടാണ് പൊതുവെ പറയപ്പെടുന്നത്. പിന്നെ ഈ ഹയർ സെൻസിറ്റിവിറ്റി ടു CRP അതൊരു മാർക്കർ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സി റിയാക്റ്റീവ് പ്രോട്ടീൻ ഒരുപക്ഷെ എലിവേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതും ഒരു മാർക്കർ ആയിട്ട് എടുത്ത് ട്രീറ്റ് ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മയോകാർഡിയൽ ഇൻഫാക്ഷൻ വന്നിട്ടുള്ള 60% ആൾക്കാർക്ക് മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടായിട്ടുണ്ടെന്നാണ് ലേഹി ക്ലിനിക്കൽ സ്റ്റഡി പറയുന്നത്. അപ്പോ കേരള ലൈക്ക് ഐ സെഡ് ഈ കേരള പോലെ തന്നെ ഈ ഡയബറ്റീസും ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ഡിസോർഡേഴ്സ് ഇത്ര കൂടി വരുന്ന ഒരു സൊസൈറ്റിയിൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയാതെ തന്നെ ഇതിൽ അറ്റൻഡ് ചെയ്യണ എല്ലാ ഡോക്ടേഴ്സിനും മനസ്സിലാവുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇതില് ബാക്കി മെറ്റബോളിക് അബ്നോർമാലിറ്റീസ് ഇതായിട്ട് ലിങ്ക്ഡ് ആയിട്ട് വരുന്നുണ്ട്. അതിൽ ഈ എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷൻ ആണെങ്കിലും പ്രോത്രോംബോട്ടിക് സ്റ്റേറ്റ്, ഹീമോഡൈനാമിക് സ്റ്റേറ്റ്, സ്ലീപ്പ് ഡിസോർഡേർഡ് ബ്രീത്തിങ്, രാത്രി സ്ലീപ്പ് അപ്നിയ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിന് അസോസിയേറ്റഡ് ആയിട്ട് പിന്നീട് വരുന്നുണ്ട്. പിന്നെ ദ വാല്യൂസ് ഫോർ വേസ്റ്റ് സർക്കംഫറൻസ് വേരി വിത്ത് റെസ്പെക്ട് ടു ദി എത്നിസിറ്റി ഓഫ് ദ പേഷ്യന്റ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു 35 to 40 ഇഞ്ചസ് വേസ്റ്റ് സർക്കംഫറൻസും കൂടെ ഒരു ക്രൈറ്റീരിയ ആണെന്നുള്ളത് ഇതിൽ കാണിക്കുന്നുണ്ട്. സെൻട്രൽ ഒബീസിറ്റി അത് ഓരോ റേസ് അനുസരിച്ച് മാറുന്നുണ്ട്. കോക്കേഷ്യൻസ്, വെസ്റ്റേൺ അവർക്ക് വേറെ ആയിരിക്കും, നമുക്ക് ഏഷ്യൻസിന് വേറെയാണ്. അങ്ങനത്തെ കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം ഒബീസിറ്റി ഒക്കെ ഈ കുറച്ച് അങ്ങോട്ടൊക്കെ ആകുമ്പോൾ ഒബീസിറ്റി ഒക്കെ കുറച്ചും കൂടെ പ്രബലന്റ് ആണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സിംറ്റംസ് ആണ് ഈ കാണിക്കുന്നത്. ഇതില് സിംറ്റംസ് മെയിൻ ആയിട്ട് ഇതില് ഈ മെറ്റബോളിക് സിൻഡ്രോം ആണെന്ന് അസ്യൂം ചെയ്ത് ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാറുള്ളത്. അതിൽ തന്നെ ഹൈ ബ്ലഡ് പ്രഷർ, ലോ HDL കൊളസ്ട്രോൾ, ഹൈ ട്രൈഗ്ലിസറൈഡ്, ഹൈ FBS ഇതൊക്കെ ഒരു ക്രൈറ്റീരിയ ആണ്. പിന്നെ സെൻട്രൽ ഒബീസിറ്റി അതിലവർ വളരെ ഇതായിട്ട് ഇത് കണ്ടില്ല, ആപ്പിൾ ആൻഡ് പിയർ ബോഡി ഷേപ്സ്. ഈ ബോഡി ഷേപ്പ് ഉള്ള ആൾക്കാർക്കാണ് ഇത് വരാനായിട്ട് സാധ്യത കൂടുതൽ. പിന്നെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്. ഇൻ അഡീഷൻ ടു ദാറ്റ് വിമൻ ആണെന്നുണ്ടെങ്കിൽ സിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം വരാം, മെൻ ആണെന്നുണ്ടെങ്കിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ. ഇതെല്ലാം ഇതിൽ അറ്റ്ലീസ്റ്റ് 3-4 ഉണ്ടെങ്കിലാണ് നമ്മൾ മെറ്റബോളിക് സിൻഡ്രോമിന്റെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ മീറ്റ് ആവുന്നത്. ഓക്കെ. പിന്നെ ഇതിൽ പറയാ റിസൾട്ടിങ് കണ്ടീഷൻസ്. ഇത് എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാവുന്ന കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ അതിൽ T2 ഡയബറ്റിസ് മെലിറ്റസ് ഒബ്വിയസ്ലി വളരെ ഇതായിട്ടുണ്ടാവും. എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ, PCOS, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്, സ്ലീപ്പ് അപ്നിയ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഉറക്കം, മറ്റേ ഈ ബ്രീത്തിങ് പാറ്റേൺ, ബാക്കി ഓൾട്ടറേഷൻ കാര്യങ്ങൾ, കാർഡിയോവാസ്കുലർ ഡിസീസ്, ക്യാൻസർ ഒക്കെ പറയുന്നുണ്ട്. അതൊക്കെ ക്ലിനിക്കിൽ എത്രത്തോളം സിഗ്നിഫിക്കന്റ് ആണെന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. പിന്നെ റിസ്ക് ഫാക്ടേഴ്സ്, ആർക്കൊക്കെയാണ് മെറ്റബോളിക് സിൻഡ്രോം വരാൻ സാധ്യതയുള്ള എന്ന് നോക്കുമ്പോഴത്തേക്കും ഫാമിലി ഹിസ്റ്ററി ഓഫ് ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ് അത് എനിക്ക് തോന്നുന്നു വളരെ നമ്മളുടെ ഇതിൽ നോക്കിയാൽ തന്നെ ഒരുമാതിരി മിക്കവർക്കും ഉണ്ടാവും. ബീങ് ബ്ലാക്ക്, ഹിസ്പാനിക് ഓർ സൗത്ത് ഏഷ്യൻ, അതായത് കറുത്തവർഗക്കാർക്കും ഈ സൗത്ത് ഏഷ്യയിലുള്ള ഇന്ത്യക്കാർക്കും ഒക്കെ വളരെ വരാനായിട്ടുള്ള ഡയത്തസിസ് വളരെയധികം കൂടുതലാണ്. പിന്നെ പെർട്ടിക്കുലർ ഫിസിയോളജിക്കൽ കണ്ടീഷൻസ് ആൻഡ് എൻവയറമെന്റൽ ഫാക്ടേഴ്സ് ഗ്രേറ്റർ ദാൻ ബീങ് 45 years of age, your body's predisposition to store fat primarily around the waist area, sedentary lifestyle, hypertension. അതായത് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ഹോമിയോപ്പതിയിൽ പഠിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന പോലെ തന്നെ ഈ ജനറ്റിക് പ്രീഡിസ്പോസിഷൻ ഉണ്ടാവുമല്ലോ, ഫാറ്റ് വേസ്റ്റ് ഏരിയയിൽ മാത്രം സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ആൾക്കാർ, അവര് 45 വയസ്സിൽ കൂടുതലുള്ളവര്, സെഡൻഡറി ആയിട്ട് ജീവിക്കുന്ന, അതായത് ഇന്നത്തെ കാലത്ത് ഒരു 90% നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ മേലനങ്ങാതെ സെഡൻഡറി ആയിട്ട് ജീവിക്കുന്നവര്, ഹൈപ്പർ ടെൻഷൻ ഉള്ളവര്, പിന്നെ ഡയബറ്റിസ് അല്ല പ്രീ ഡയബറ്റിസ് ആണ്, പ്രീവിയസ് എവിഡൻസ് ഓഫ് ഇംപയർഡ് ഗ്ലൂക്കോസ് ഹോമിയോസ്റ്റാസിസ്, ഗിവിംഗ് ബർത്ത് ടു എ ബേബി ഹെവിയർ ദാൻ 4 kg, ജസ്റ്റേഷണൽ ഡയബറ്റിസ്, ഇതൊക്കെ ഉള്ളത് ഒരു വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് ആണ്.
പിന്നെ ഒബ്വിയസ്ലി നമ്മളിപ്പോ ഇത്രയും നേരം സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് അർബൻ ആയിട്ടുള്ള ഏരിയകളിൽ കൂടുതലായിട്ട് വരുന്ന ഒരു ഇഷ്യൂ ആയിരിക്കും. ഒബ്വിയസ്ലി ഗ്രാമങ്ങളിലുള്ള ആൾക്കാർക്ക് ദേ വിൽ ബി മോർ ആക്റ്റീവ് ഇൻ ദയർ ഡേ ടു ഡേ ലൈഫ് സ്റ്റൈൽ. അവർ പറമ്പിലെയും വീട്ടിലത്തേക്ക് ജോലി ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഒരു ആക്ടിവിറ്റി ഉണ്ടാവും. ഇവിടെ ഈ സിറ്റീസിൽ ഈ പറഞ്ഞ സംഭവം നടക്കുന്നേ ഇല്ല, നടക്കാറേ ഇല്ലാത്തത് കൊണ്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ. സ്മോക്കിംഗ് ബിക്കംസ് എ ഫാക്ടർ ഇൻ കേസ് ഓഫ് റൂറൽ പോപ്പുലേഷൻ. അവിടെയാണെങ്കിൽ പോലും ഈ സ്മോക്കിംഗ്, അത് സിഗരറ്റ് സ്മോക്കിംഗ് അതൊരു സീരിയസ് ഇഷ്യൂ ആണ്, അതും ഒരു റിസ്ക് ഫാക്ടർ ആണ്. പിന്നെ ഇത് ഓൾറെഡി അതിന്റെ തന്നെ ഒരു ഇൻഫോഗ്രാഫിക് ആണ്. ബേസിക്കലി 5 ഫാക്ടേഴ്സ് മെറ്റബോളിക് സിൻഡ്രോം വരാനായിട്ടുള്ള 5 ഫാക്ടേഴ്സ്. അത് മറ്റേതിന്റെ തന്നെ ഒരു ഇൻഫോഗ്രാഫിക് ആണെന്നേ ഉള്ളൂ. ഇൻആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ, സ്പെൻഡിങ് മോർ ടൈം എൻഗേജ്ഡ് ഇൻ സെഡൻറ്ററി ബിഹേവിയേഴ്സ് ലൈക്ക് വാച്ചിങ് TV ഓർ അതർ സ്ക്രീൻ ബേസ്ഡ് എന്റർടൈൻമെന്റ്. ഇതിപ്പോ നമ്മൾ പറയും ടി വി കാണുന്ന വെറുതെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഫ്രണ്ടിൽ ഇരിക്കുന്നു എന്ന് പറയും. പക്ഷെ നല്ലൊരു ശതമാനം ആൾക്കാർ അതാണ് അവരുടെ ജോലി. ഇപ്പൊ ഇവിടെ ഇൻഫോ പാർക്കിലൊക്കെ ഒരുപാട് പേര് ഒരുപാട് പേര് ഇവിടെ ക്ലിനിക്കിലൊക്കെ വരുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് സ്ഥിരം ചോദിക്കാറുള്ള ഒരു കാര്യമാണ്, ഈ എത്ര നേരമാണ് നിങ്ങളുടെ ഒരു ദിവസത്തെ സ്ക്രീൻ ടൈം? അത് മോണിറ്റർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. സ്ക്രീനിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു 8-10 മണിക്കൂർ ഇരിക്കുക, അത് കൂടാതെ ബാക്കി ടൈമിലാണെന്നുണ്ടെങ്കിലും സെഡൻഡറി ആയിട്ട് ഇരിക്കുക, ഇതൊക്കെ വളരെയധികം പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മിക്കവരും ജിമ്മിൽ ചേരാം എന്ന് പറഞ്ഞിട്ട് ജനുവരി ഒക്കെ ആവുമ്പോൾ ജിമ്മിൽ ചേർന്ന് ആ ഒരു 10-15 ദിവസം പോയി കഴിഞ്ഞിട്ട് പിന്നെ ജിമ്മിൽ പോക്കൊന്നുമില്ല. ഞാൻ ഹോമിയോപ്പതിയോടൊപ്പം തന്നെ ന്യൂട്രീഷനും വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഞാൻ വെയിറ്റ് ലോസ് ഡയറ്റ് ഒരുപാട് ഇവിടെ ആൾക്കാർക്ക് ചെയ്യാറുള്ളതാണ്. അപ്പോഴൊക്കെ ഞാൻ കാണുന്ന ഒരു സ്ഥിരമായിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ഈ ഇഷ്യൂ. ഇത് നമ്മൾ വളരെയധികം സീരിയസ്നെസ്സോടുകൂടി അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇൻസുലിൻ ഫോഴ്സ്, ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണൊരു ഭയങ്കര ഒരു ഇത് ഡെവലപ്പ് ആവാനായിട്ടുള്ള ഒരു വളരെ വലിയൊരു ക്രിട്ടിക്കൽ ഫാക്ടർ. അബ്ഡോമിനൽ ഒബിസിറ്റി, റേസ്, സെക്സ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. പിന്നെ പാത്തോളജി പറയുന്നുണ്ട്. പാത്തോളജിയില് ഇൻസുലിൻ നോർമലി അറ്റാച്ച്ഡ് ടു GLUT4, which is an insulin regulated glucose transporter found in the adipose tissue and striated muscle that is responsible for insulin regulated glucose translocation into the cell. ഇത് അതിന്റെ പാത്തോളജി ആണ് പറയുന്നത്. ബേസിക്കലി അതായത് സെല്ലിന്റെ ഫോസ്ഫോലിപ്പിഡ് മെംബ്രെയിൻ ഫ്ലൂയിഡ് ഇനഫ് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇൻസുലിൻ റിസപ്റ്റേഴ്സ് ഡിസ്റപ്റ്റഡ് ആവും. എന്നിട്ട് ഇൻസുലിന്റെ ഫങ്ഷൻ ഇമ്പയർ ആയിട്ട് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസ് സ്പൈക്ക് ആവും. പിന്നെ പാൻക്രിയാസിലുള്ള ബീറ്റാ സെൽസ് ആണെങ്കിൽ പോലും അത് ഇൻസുലിൻ ഔട്ട്പുട്ട് കുറയ്ക്കുന്നത് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറഞ്ഞാൽ മാത്രമേ ഉള്ളൂ, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യില്ല. ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഇൻസുലിൻ റെസിസ്റ്റൻസ്, അപ്പൊ ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും സംഭവിക്കാതെ ഇൻസുലിൻ ലെവൽസ് റിമെയിൻ ഹൈ ആൻഡ് ദിസ് പ്രൊമോട്ട്സ് ലിപ്പോജനസിസ്. അപ്പൊ ഈ ലിപ്പോജനസിസ് എന്ന് പറഞ്ഞാൽ ഫാറ്റ് ഇങ്ങനെ ഫോം ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ സെൽസ് ഫെയിൽ ടു റെസ്പോണ്ട് അഡിക്വേറ്റ്ലി ടു സർക്കുലേറ്റിംഗ് ഇൻസുലിൻ. In the absence of circulate, the blood sugar levels rise. In the absence of insulin, liver is unable to use glucose and therefore secretes glucagon, which further increases blood sugar by converting glycogen in the liver to glucose. അതായത് ബേസിക്കലി നമ്മളുടെ ആ മെക്കാനിസം അടിച്ചു പോയിട്ട് ഹൈപ്പർ സെക്രീഷൻ നടന്ന് നമ്മളുടെ ബ്ലഡ് ഷുഗർ സ്പൈക്സ് ഉണ്ടാവുന്നു എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഗ്ലൂക്കോഗോൺ regulates the rate of glucose production through lipolysis. This raises serum lipid levels. അപ്പൊ ഈ ഇത്രയും കാര്യങ്ങൾ നടക്കുമ്പോഴത്തേക്കും സൈമൾട്ടേനിയസ്ലി അതോടൊപ്പം തന്നെ ഈ ലിപ്പിഡ് ലെവൽസ് കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ട്രൈഗ്ലിസറൈഡ് ഒക്കെ കൂടുന്നത്. ഒരു സെക്കൻഡ്, ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിലോട്ട് കണക്ട് ചെയ്തോട്ടെ. ഇപ്പൊ ഇതില് പറഞ്ഞേക്കണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവൻച്വലി ഈ ഗ്ലൂക്കോസ് ലെവൽസ് കൂടി ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസിലേക്ക് പോകും. ആൻഡ് ഈ റെസിസ്റ്റൻസും ഈ കോമ്പൻസേറ്ററി ഇൻസുലിൻ സെക്രീഷനും ഒക്കെ കുറയുമ്പോഴത്തേക്കും നമ്മളുടെ ബോഡിയുടെ തന്നെ ഒരു ഡിസ്റെഗുലേഷൻ കാരണം പിന്നീട് അത് ടൈപ്പ് 2 ഡയബറ്റിസിലേക്ക് പോകും. അപ്പോ പിന്നെ എലിവേറ്റഡ് ആയിട്ടുള്ള ഇൻസുലിൻ ലെവൽസ് ഉണ്ടാകുമ്പോഴത്തേക്കും ബാക്കിയുള്ള ഒരു കാറ്റലിസ്റ്റ് പോലെ അത് പ്രവർത്തിച്ചിട്ട് ബാക്കിയുള്ള ബയോളജിക്കൽ ഇവന്റ്സ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഈ ഫാറ്റ് സെൽസിൽ ഉണ്ടാകുമ്പോഴത്തേക്കും it reduces the effect of the normal insulin on lipids. And അപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോർമലി ബ്ലഡിൽ സർക്കുലേറ്റ് ചെയ്തേക്കുന്ന ലിപ്പിഡ്സ് ഫാറ്റുകളൊക്കെ അത് പോവാതെ അത് ട്രൈഗ്ലിസറൈഡായി സ്റ്റോർ ആയി അതിന്റെ ലെവൽസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും.
പിന്നെ ഇൻക്രീസ്ഡ് mobilization of stored lipids and reduced uptake in cells elevate free fatty acids in the blood. Elevated blood fatty acid concentrations lead to atherosclerosis and cardiovascular diseases. ഇതാണ് ബേസിക്കലി ഇതിന്റെ ഒരു പാത്തോളജി ആയിട്ടുള്ളത്. ഇതിൽ കാണിക്കുന്നുണ്ട്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ PPT ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾ ആരും അത് നോട്ട് ഡൗൺ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഇത് അത്യാവശ്യം വലിയൊരു ഇതാണ്. അപ്പോൾ അത് ടൈം എടുക്കും. ബട്ട് ഞാൻ ഇത് കഴിഞ്ഞിട്ട് PPT ഷെയർ ചെയ്ത് തരാം. ഇതിൽ കാണാം ലിപ്പോജനസിസും ഗ്ലൂക്കോസും ഇൻസുലിൻ റെസിസ്റ്റൻസും ആ കോമ്പൻസേറ്ററി ഫേസ് എങ്ങനെയാണ് വരുന്നതെന്നും ആ ഒരു മൊത്തത്തിലുള്ള പാത്വേ ആണ് ഇതിൽ കാണിക്കുന്നത്. പിന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഈ സാച്ചുറേറ്റഡ് ഫാറ്റ്, ഹലോ കേൾക്കാം ഡോക്ടറെ? കേൾക്കാം. ഇതിൽ ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് വളരെ സിവിയർ ആയിട്ടുള്ള ഒരു ഇതാണ്. നമ്മളുടെ ഡയറ്റിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് ഒരുമാതിരിപ്പെട്ട എല്ലാ ഫുഡ് സംഭവങ്ങളിലും ഉണ്ട് സാച്ചുറേറ്റഡ് ഫാറ്റ്. അപ്പൊ അത് നമ്മൾ അത് ഒഴിവാക്കുന്നിടത്തോളം ലൈക്ക് ഫോർ എക്സാമ്പിൾ ബട്ടർ, പാം ഓയിൽസ്, അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ഓയിൽസും, പിന്നെ അതുപോലെ തന്നെ ചീസ്, ബീഫ്, അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ റെഡ് മീറ്റിലൊക്കെ ഒരുപാട് സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്. അപ്പൊ ഇത് നമ്മളൊന്ന് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ആക്ച്വലി ഡു വണ്ടേഴ്സ്. വളരെ വലിയൊരു മാറ്റം അതിൽ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഹൈ ഫാറ്റ് ഡയറ്റ് ഹാസ് എ ടെൻഡൻസി ടു റിസൾട്ട് ഇൻ കാലറിക് ഇൻടേക്ക് ദാറ്റ് ഇസ് ഫാർ എക്സസ് ഓഫ് അവർ എനർജി നീഡ്സ് റിസൾട്ടിങ് ഇൻ റാപ്പിഡ് വെയിറ്റ് ഗെയിൻ. ഇത് വളരെ ബേസിക് ക്ലിനിക്കൽ ന്യൂട്രീഷൻ ആണ്. നമ്മൾ ഹൈ ഫാറ്റ് കണ്ടെയ്നിങ് ആയിട്ടുള്ള ഡയറ്റ് നമ്മൾ കൺസ്യൂം ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ബേസിക് കോമൺ സെൻസ് വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്താൽ മതി. കാരണം കാലോറിഫിക് എക്സസ് വരും. നമുക്ക് ഒരു ദിവസം ആവശ്യമുള്ള 1200 കാലറി അല്ല, അതിൽ നിന്ന് എക്സസ് കാലറി വന്നിട്ട് റാപ്പിഡ് ആയിട്ട് വെയിറ്റ് ഗെയിൻ വരും. Insulin resistance is directly proportional to the fat intake and inversely proportional to the dietary fiber intake of the individual. ഇത് നമ്മൾ ഒരു സെന്റൻസിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളൊരു കേരള, വെസ്റ്റ് ബംഗാൾ, ഈ പറഞ്ഞ 2 സ്റ്റേറ്റുകൾ, ഞാൻ കുറെ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ഡിസോർഡേഴ്സ് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ഈ 2 സംസ്ഥാനങ്ങൾ കാണും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹൈ മീറ്റ് കൺസ്യൂമിങ് ആയിട്ടുള്ള 2 സംസ്ഥാനങ്ങളാണ്. നമ്മളാണെങ്കിലും ഒരുപാട് മീറ്റ് കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ മീറ്റ് കൺസ്യൂം ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതില് ഫൈബർ കുറവായിരിക്കും. ഈ നമ്മളെക്കാളും ഒരുപക്ഷെ, ഞാൻ ഡൽഹിയിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളെക്കാളും ഒരുപക്ഷെ നോർത്ത് ഇന്ത്യൻസ് ഈ പറഞ്ഞ പോലെ സ്വീറ്റ്സ് ഒക്കെ കഴിക്കുന്നവരുണ്ട്. പക്ഷെ അവർക്ക് ഡയബറ്റീസ് വരാത്തത് അവരുടെ ഹൈ ഫൈബർ ഇൻടേക്ക് കാരണമാണ്. നമുക്ക് അവരുടെ വെജിറ്റേറിയൻ ഡയറ്റിലുള്ള ഹൈ ഫൈബർ കാരണം. നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഹൈ മീറ്റ് ഡയറ്റ് കഴിക്കുമ്പോൾ ഈ ഡയറ്ററി ഫൈബർ കുറവാണ്. അപ്പൊ ഈ ഡയറ്ററി ഫൈബർ കുറയുമ്പോഴത്തേക്ക് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഡയറ്ററി ഫൈബർ കുറവാണെന്നുള്ളത് മാത്രമല്ല, നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ വറുത്തതും പൊരിച്ചതും, ഞാൻ ഉൾപ്പെടെ നമ്മളാണെങ്കിലും ടീയും സ്നാക്സും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ the exuberant amount of fried food that we consume on a daily basis, അതൊരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലോങ് ടേം ആയിട്ടുള്ള ഒരു കാര്യം, ഡയറ്റിന് റേഷ്യോ ഓഫ് PUFA ടു സാച്ചുറേറ്റഡ് ഫോസ്ഫോലിപ്പിഡ്സ് ഇൻ സെൽ മെംബ്രെയിൻ. PUFA എന്ന് പറഞ്ഞാൽ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, നമ്മുടെ നേന്ത്രം പഴം അങ്ങനത്തെ സാധനത്തിലൊക്കെ ഉള്ള സാധനമാണ്. അത് സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി വരെ അത് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള പൊട്ടൻഷ്യൽ ഉള്ള ഒരു സാധനമാണ്. അപ്പൊ അത് നമ്മുടെ ഡയറ്റിന്റെ ഭാഗമാക്കുന്നത് വളരെ എഫക്റ്റീവ് ആയിരിക്കും. ഈ increasing the cell membrane fluidity by increasing PUFA concentration might result in an enhanced number of insulin receptors and reduced insulin resistors. അതിൽ ഈ നേന്ത്രപ്പഴം അല്ലാതെ ഒരുപാട് PUFA റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് ഉണ്ട്. അത് നമ്മളത് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ വ്യത്യാസമായിരിക്കും. ഈ സാൽമൺ, അത് വാൾനട്ട്സ്, ഫ്ലാക്സ് സീഡ്സ്, ഇതിലൊക്കെ PUFA റിച്ച് ആണ്. അപ്പൊ ഈ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഉള്ള ഫുഡ് നമ്മളുടെ ഇത് ഭാഗമാക്കി കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാനായിട്ട് സാധ്യത കുറവാണ്. Adipokines also play a important role in insulin resistance. Obese people have lower levels of adipokines due to feedback inhibition by fat accumulation. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ബയോകെമിസ്ട്രി ആണ് ഇതിന്റെ എല്ലാത്തിന്റെയും റൂട്ട് കോസ്. ഈ നമ്മളുടെ ഫീഡ്ബാക്ക് ഒക്കെ അടിച്ചുപോയി, ഒരു പരിധിക്കപ്പുറം പ്രോലോങ്ഡ് പീരീഡ് ഓഫ് അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആകുമ്പോൾ ഫീഡ്ബാക്ക് സിസ്റ്റം ഒക്കെ അടിച്ചുപോയി. അങ്ങനെയാണ് ബോഡി ഇത്രയും പത്തറ്റിക് ആയി മാറുന്നത്. Adiponectin levels are also lower in patients with metabolic syndrome. വിശപ്പ് നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ കുറവായതുകൊണ്ട് അവർ വിശപ്പ് അറിയാതെ തന്നെ ഭക്ഷണം കഴിച്ച് ഇങ്ങനെ പോവാം. സ്വീറ്റ് പൊട്ടേറ്റോസ് ക്യാൻ എൻഹാൻസ് ദ പ്രൊഡക്ഷൻ ഓഫ് അഡിപ്പോനെക്റ്റിൻ ഇൻ അവർ ബോഡി. ഞാൻ വെയിറ്റ് ലോസിനൊക്കെ വരുന്നവരുടെ അടുത്ത്
പൊട്ടറ്റോസിന് വരെ എപ്പോഴും സ്വീറ്റ് പൊട്ടറ്റോസ് കഴിക്കാൻ പറയാറുണ്ട്. കാരണം ഇറ്റ് ക്യാൻ ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ ഓഫ് അഡിപ്പോനെക്റ്റിൻ. അപ്പൊ നമുക്ക് വിശപ്പായി എന്നുള്ള ഒരു സ്റ്റിമുലസ് ഒക്കെ നമ്മളുടെ ബ്രെയിനിലേക്ക് പോകാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ അഡിപ്പോനെക്റ്റിൻ. അപ്പൊ ഈ പറഞ്ഞ പോലെ സ്വീറ്റ് പൊട്ടറ്റോസ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറയുന്നത് നല്ലൊരു കാര്യമാണ്. വിസറൽ ഫാറ്റ് ഇപ്പൊ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ടേം ആണ്. നിങ്ങൾ ഇന്നിപ്പോ റൈറ്റ് നൗ നിങ്ങൾ ആമസോണോ ഫ്ലിപ്കാർട്ടോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വിസറൽ ഫാറ്റ് കുറച്ച് തരാം എന്ന് പറഞ്ഞ് സെല് ചെയ്യുന്ന തൗസൻഡ്സ് ഓഫ് പ്രോഡക്ട്സ് ഉണ്ട്. അങ്ങനെ അത്രയും പ്രോഡക്ട്സ് ആയിട്ട് സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ചുറ്റിനുള്ള പേഷ്യൻസ് അവെയർ ആണ് എത്രത്തോളം ഡേഞ്ചറസ് ആണ് വിസറൽ ഫാറ്റ് എന്നുള്ളത്. അത് വളരെ കാര്യമായിട്ടുള്ള ഒരു കാര്യം. ഇപ്പൊ വി ഡു ഹാവ് മെഷീൻസ്. ഇപ്പൊ ഒരുപാട് മെഷീൻസ് ഒക്കെ ഉണ്ട് വിസറൽ ഫാറ്റ് നമുക്ക് ചെക്ക് ചെയ്യാനും ബാക്കി കാര്യത്തിനും ഒക്കെ ഉള്ള. അപ്പോ visceral adipose cells produce a significant amount of pro-inflammatory cytokines such as tumor necrosis factor alpha, TNFA. These also disrupt normal insulin action in fat and muscle cells. Inflammation കൂട്ടും എന്ന് മാത്രമല്ല, ഇൻസുലിൻ സാധാരണ ഫാറ്റും മസിലും ഒക്കെ ആക്ട് ചെയ്യുന്ന ഇൻസുലിന്റെ നോർമൽ ആക്ഷനെ ഡിസ്റപ്റ്റ് ചെയ്യാറുമുണ്ട്. Regular screening of visceral fat in obese patients is critical towards the resolution of this problem. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് സ്ക്രീനിങ് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് മെഷീൻസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് നല്ല മെഷീൻ തന്നെ നോക്കിയെടുക്കുക. കാരണം ഈ പെറിഫറൽ ഇത് വെച്ചിട്ടുള്ള സ്ക്രീനിങ്ങിൽ വെച്ചിട്ട് കിട്ടുന്ന വിസറൽ ഫാറ്റിന്റെ ലെവൽസിന്റെ ആക്യുറസി ഒക്കെ വളരെ വലിയ വലിയ ചോദ്യങ്ങളാണ്. അപ്പൊ അത് നോക്കിയിട്ട് നല്ല നല്ല ഇത് തന്നെ ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലെപ്റ്റിൻ ഇസ് എ ഹോർമോൺ ദാറ്റ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ലോങ് ടേം ഇൻഹിബിഷൻ ഓഫ് അപ്പറ്റൈറ്റ് ഇൻ റെസ്പോൺസ് ടു ഫോർമേഷൻ ഓഫ് ബോഡി ഫാറ്റ്. ദിസ് മെക്കാനിസം, അതായത് നമ്മളുടെ അപ്പറ്റൈറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോണാണ് ലെപ്റ്റിൻ. അത് becomes disrupted in many individuals, and even though their leptin levels may high, this may not reflect in their appetite. അതായത് നമുക്ക് ചുറ്റിനുള്ള എന്റെയൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, വയറ് പൊട്ടുന്ന അത്രയും ഫുഡ് കഴിച്ചാലും അവർക്ക് പിന്നെയും ദേ ആർ നോട്ട് അവെയർ ഓഫ് ദ ഫാക്ട് ദാറ്റ് their stomach is full. അതെന്തുകൊണ്ടാണ്? അതായത് ലെപ്റ്റിൻ ലെവൽസ് ഒക്കെ ഡിസ്റെഗുലേറ്റഡ് ആണ്. ഹോർമോൺ ഡിസ്റെഗുലേഷൻ ആണ് ഇതിന്റെ എല്ലാത്തിന്റെ പ്രശ്നം. Once the leptin signaling has been disrupted, the individual becomes prone to further overeating, weight gain and insulin resistance. അപ്പൊ ഒരു പ്രാവശ്യം ഓവർ ഈറ്റിംഗ് കാരണം ലെപ്റ്റിന്റെ ഈ ഡിസ്റപ്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഡിസ്റപ്റ്റഡ് ആയതുകൊണ്ട് വീണ്ടും ഓവർ ഈറ്റിംഗ് വരും. അപ്പോ നമ്മൾ മെഡിസിന് ഡയറ്റിനോടൊപ്പം ഒക്കെ തന്നെ കൗൺസിലിംഗ് ഈ ഇങ്ങനത്തെ കേസുകളിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നല്ലൊരു ശതമാനം ആൾക്കാരും ബോഡി ഷെയ്മിങ് ഒക്കെ കൊണ്ട് അവരുടെ സെൽഫ് എസ്റ്റീം ഒക്കെ പോയിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും നമ്മളുടെ അടുത്ത് വരുന്നത്. അപ്പൊ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് കൗൺസിലിംഗ്. സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഇരുന്നുള്ള ജോലി, അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഇൻക്രീസസ് ദ ലൈക്ലിഹുഡ് ഓഫ് ഡെവലപ്പിംഗ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇപ്പൊ കോമൺ ബേസിക് ആയിട്ടുള്ള നോളജ് ആണ്. നമ്മൾ എക്സസൈസ് ഒന്നും ഇല്ലാതെ സെഡൻഡറി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. It is estimated that each 500 kilocalorie week per increment in physical activity related energy expenditure reduces the lifetime risk of type 2 diabetes by 6%. അതായത് കൂടുതൽ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയബറ്റീസ് വരാനുള്ള സാധ്യത കുറവാണ്. ഇത് വളരെ ഇതായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ട്രെഡ്മില്ലൊക്കെ ആണെന്നുണ്ടെങ്കിലും അതൊരു ഇൻക്ലൈനിൽ ഇട്ടിട്ട് നടക്കുന്നത് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളതൊരു ഇൻക്ലൈനിലിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഇപ്പൊ ഈ റീസെന്റ് ഒരുപാട് പേർക്ക് ഈ ഹാർട്ട് അറ്റാക്ക് വരുന്ന അത് വാക്സിൻ ഒരു ഫാക്ടറാണ്. പക്ഷെ അത് കൂടാതെ തന്നെ അവർ ഈ റിഗറസ് ഇത് ചെയ്യുമ്പോൾ ഈ ഹാർട്ട് അറ്റാക്സ് വരുന്നു എന്നുള്ള ഒരു കംപ്ലൈന്റ് വരുന്നതിന് ഒരു നല്ലൊരു സൊല്യൂഷനാണ് ട്രെഡ്മില്ലോ നിങ്ങൾ എന്താണോ അത് ഇൻക്ലൈനിൽ ഇട്ടിട്ട് യൂസ് ചെയ്യുക. മറ്റേ നിങ്ങൾ നോർമൽ ഇതിലിട്ടിട്ട് അരമണിക്കൂർ ചെയ്യുന്നവര് ഇൻക്ലൈനിൽ ഇട്ടിട്ട് 15 to 20 minutes ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തൊന്നുമില്ല. A different study found out that vigorous exercise at least once a week reduce the risk of type 2 diabetes. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സെഡൻഡറി ബോട്ടം ലൈൻ ഇത്രയേ ഉള്ളൂ. നമ്മൾ സെഡൻഡറി ലൈഫ് സ്റ്റൈല് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇത് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഇത് പാസീവ് ലൈഫ് സ്റ്റൈൽ ഇൻഫോഗ്രാഫിക്. അതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ 8 മണി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 8 മണിക്കൂർ കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ടിലാണ്, 2 മണിക്കൂർ വണ്ടി ഓടിക്കുന്നു, 3 മണിക്കൂർ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നു, 4 മണിക്കൂർ നമ്മൾ പാസീവ് റെസ്റ്റിലാണ്. ഇതിൽ ഈ പാസീവ് റെസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം. കാരണം ഇത് ഇപ്പൊ നമ്മൾ വിചാരിക്കും ഇത് സമൂഹത്തിന്റെ ഒരു ചെറിയ ശതമാനം ആൾക്കാർ ഇങ്ങനെ ജീവിക്കുന്നുള്ളൂ. അല്ല, ഇന്ന് മിക്കവാറും ആൾക്കാർ ഇങ്ങനെയൊക്കെ തന്നെ ജീവിക്കുന്നത്.
അതായത് വളരെ വളരെ കഷ്ടമായിട്ടുള്ള ഒരു കാര്യം. ഇത് അഡൽട്സ് മാത്രമല്ല, കുഞ്ഞു കുട്ടികൾ വരെ ഇങ്ങനെയാണ് ഇപ്പോൾ ആക്ച്വലി അവർ ജീവിക്കുന്നത്. ഇഫ് യു ഗോ ടു എ പ്ലേ ഗ്രൗണ്ട് നിയർ യുവർ ഹൗസ്, യു വിൽ നോട്ട് ഫൈൻഡ് ചിൽഡ്രൻ പ്ലേയിങ് ക്രിക്കറ്റ് ഓർ ഫുട്ബോൾ. വൈ, വാട്ട് ഇസ് ദ റീസൺ? എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഫ്രീ ടൈം കിട്ടിയ കളിക്കാൻ പോവുക എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. ബട്ട് റൈറ്റ് നൗ ഓൾ ദാറ്റ് ഇസ് ഡിസപ്പിയറിംഗ് സ്ലോലി. ഗ്രാജുവലി ഇതിലേക്കാണ് ഈ പോക്ക്. അതായത് ദിവസം മൊത്തം ഇരിക്കുക, കിടക്കുക, എൻലെസ് ആയിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുക. അതിനപ്പുറം വേറെ പ്രത്യേകിച്ച് ഒന്നും നടക്കുന്നില്ല. അപ്പൊ ഇതെല്ലാം ഇത് കേരളത്തിൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളെക്കാളും കൂടുതൽ നമുക്ക് കുറച്ചും കൂടെ പൈസ ഉള്ളതുകൊണ്ട്, നമുക്ക് സ്പെൻഡിങ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ടുമാണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് ഒന്നും കൂടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി ഫറ്റീഗ് ഉണ്ട്, ബ്രെയിൻ ഫെമൈൻസ്, ഇന്നബിലിറ്റി ടു ഫോക്കസ്, ഹൈ ബ്ലഡ് ഷുഗർ ലെവൽസ്, ബ്ലോട്ടിംഗ്, ഇൻഡസ്റ്റൈനൽ ബ്ലോട്ടിംഗ്, അതായത് കാർബോഹൈഡ്രേറ്റ്സ് ഉള്ളത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ, സ്ലീപ്പിനെസ് എസ്പെഷ്യലി ആഫ്റ്റർ മീൽസ്, വെയിറ്റ് ഗെയിൻ, ഫാറ്റ് സ്റ്റോറേജ്, അബ്ഡോമിനൽ ഫാറ്റ്, ഇൻക്രീസ്ഡ് ബ്ലഡ് ട്രൈഗ്ലിസറൈഡ് ലെവൽസ്, ഹൈപ്പർ ടെൻഷൻ, പ്രോ ഇൻഫ്ലമേറ്ററി സൈറ്റോകൈൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിസറൽ ഫാറ്റ് ഉണ്ടാക്കുന്ന പ്രോ ഇൻഫ്ലമേറ്ററി സൈറ്റോകൈൻസ്, ഡിപ്രഷൻ, അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് ആൻഡ് ഇൻക്രീസ്ഡ് ഹങ്കർ ഡിസ്പൈറ്റ് ഈറ്റിംഗ് സോ മച്ച്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു സൈൻസ് ആൻഡ് സിംറ്റംസ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ബാക്കിയുള്ള റിസ്ക് ഫാക്ടേഴ്സും അതുപോലെ തന്നെ റിസ്ക് ഫാക്ടേഴ്സ് ആണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്നത്. ഓക്സിഡേറ്റീവ് സ്ട്രെസ്, ഈ പറഞ്ഞ പോലെ പ്രോതോംബിൻ സ്റ്റേറ്റ്, ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഹൈപ്പർ ടെൻഷൻ, അതൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ആവുമ്പോൾ അതേസമയം അപ്പുറത്ത് അസോസിയേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് വരുന്നുണ്ട്. ഈ റിസ്ക് ഫാക്ടേഴ്സ് കാരണം മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടായി, ഡ്രഗ്സും എൻവയറമെന്റ് ടോക്സിക്കൻസും ഇതും മെറ്റബോളിക് സിൻഡ്രോം എല്ലാം കൂടെ അപ്പുറത്ത് വരുന്നത് അതിന്റെ അസോസിയേറ്റഡ് ആയിട്ട് ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ്, PCOS, ക്യാൻസർ, CVD, ടൈപ്പ് 2 ഡയബറ്റിസ്, സ്ട്രോക്ക് എക്സെട്ര. പിന്നെ ഇതിന്റെ ഡയഗ്നോസിസ്, ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റിംഗ്. ഡ്യൂറിംഗ് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റിംഗ് പേഷ്യന്റിന്റെ അടുത്ത് ഓറൽ ഗ്ലൂക്കോസ് എടുക്കാൻ പറയാം, 75 ഗ്രാം. ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസ് അത് അടുത്ത 2 മണിക്കൂർ മെഷർ ചെയ്യുന്നുണ്ട്. ഈ WHO ഗൈഡ് ലൈൻസ് ഉണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഒരു 3 കൊല്ലം മുന്നേ ചെയ്തത്, ഇപ്പൊ മാറിയിട്ടുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് WHO ഗൈഡ് ലൈൻസ് വെച്ചിട്ട് ഗ്ലൈസീമിയ ആഫ്റ്റർ 2 hours, glycemia less than 140 mg/dl is considered normal. 140 to 197 is considered impaired glucose tolerance. Greater than 200 is diabetes mellitus. അപ്പൊ ഇതൊക്കെ വളരെ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ആണ്. ട്രീറ്റ്മെന്റ്, moderate calorie restrictions to achieve a 5 to 10% reduction of body weight. ഇത് നമ്മൾ പറയുമ്പോൾ വളരെ വളരെ സിമ്പിൾ ആയിട്ട് തോന്നുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് അവരെ കൊണ്ട് കൺവിൻസ് ചെയ്ത് വെയിറ്റ് കുറപ്പിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇനീഷ്യലി ഒരു 10 ദിവസം എല്ലാവരും നമ്മൾ പറയുന്നത് ഫോളോ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് കുറച്ച് വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തോന്നിയ പോലെയാണെന്നുള്ള രീതിയിൽ അവർ നിൽക്കുള്ളൂ. മോഡറേറ്റ് ഇൻക്രീസ് ഇൻ ഫിസിക്കൽ ആക്ടിവിറ്റി. ഞാൻ ഒരു ബിഗിനർ വർക്ക്ഔട്ട് ഉണ്ട് യൂട്യൂബിലുള്ള, ഞാൻ അതാണ് സാധാരണ കൊടുക്കാറുള്ളത്. 20 മിനിറ്റേ ഉള്ളൂ, എല്ലാവർക്കും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബിഗിനർ വർക്ക്ഔട്ട്, അതൊക്കെ പറഞ്ഞു കൊടുക്കുക. ചേഞ്ച് ഡയറ്ററി കോമ്പോസിഷൻ അഡിക്വേറ്റ്ലി. മെഡിസിൻസ് ടു ട്രീറ്റ് നോട്ട് വൺ ബട്ട് ഓൾ ദ സിംറ്റംസ്. ഇവിടെയാണ് ഹോമിയോപ്പതിക്ക് വളരെയധികം റോളുകൾ ഉള്ളത്. കാരണം നമ്മൾ ചെയ്യുന്നത് മാനേജ്മെന്റ് അല്ല, നമ്മൾ ക്യൂർ ചെയ്യാനായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോ നമ്മൾക്ക് വളരെയധികം ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു സംഭവമാണ് മെറ്റബോളിക് സിൻഡ്രോം. Extensive sessions of counseling required to create awareness in the patient and the relatives about the danger of MS. അതായത് ഇപ്പൊ നമ്മളിതിപ്പോ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, വേസ്റ്റ് സർക്കംഫറൻസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളിതിപ്പോ പറയുമ്പോൾ പേഷ്യന്റിന് അത് അത്ര സീരിയസ്നെസ് മനസ്സിലാവണമെന്നില്ല. അപ്പൊ നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കണം. അതായത് നിങ്ങൾക്ക് ഒരു 30-40%, ബാക്കിയുള്ളവരെക്കാളും 40% ചാൻസ് കൂടുതലാണ് നിങ്ങൾക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വരാനായിട്ടുള്ളത്. അതങ്ങനെ ലൈറ്റ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല. ചിലപ്പോൾ പേഷ്യന്റ് ഇതൊക്കെ വളരെ ട്രിവിയൽ ആയിട്ട് എടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അവരുടെ ബൈസ്റ്റാൻഡറിന്റെ അടുത്തോ റിലേറ്റീവിന്റെ അടുത്തോ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് നമ്മൾ ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കി ഇതിനെക്കുറിച്ച് അവയർനെസ് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു റോളും കൂടെ ആസ് ക്ലിനീഷ്യൻസ് നമുക്കുണ്ട്. Evidence is accumulated to show that blood sugar control during diabetes reduces risk of CVD. Hypertension to be controlled within a range of 135 to 135/80. പിന്നെ ഈ ഹാർട്ട് സ്റ്റഡീസ് കൺക്ലൂസീവ്ലി prove that increased risk of CVD with long-term sustained hypertension. അൺകൺട്രോൾഡ് ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്ക് ഈ CVD റിസ്ക് കൂടുതലാണ്. ഇതൊക്കെ നമ്മൾ അറിയുന്നതോടൊപ്പം തന്നെ
നമ്മൾ പേഷ്യന്റിനെ കൺവിൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നല്ലൊരു ശതമാനം, എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മുടെ ചുറ്റിനുള്ള നല്ലൊരു ശതമാനം ആൾക്കാരും വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് ഇത് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ എല്ലാത്തിനും മരുന്നെടുത്ത് എല്ലാം കൺട്രോൾഡ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമൊന്നും ഇല്ല എന്നാണ്. അങ്ങനെയൊന്നുമല്ല. 40% റിഡക്ഷൻ ഇൻ സ്ട്രോക്ക് വിത്ത് കൺട്രോൾ ഓഫ് ഹൈപ്പർ ടെൻഷൻ, dyslipidemia goals, HDL lesser than HDL greater than 40 mg percentage, LDL lesser than 100 mg, TG lesser than 150 mg. അപ്പൊ ഈ ലിപ്പിഡ് പ്രൊഫൈൽ ചെയ്യുമ്പോഴത്തേക്കും അതിനുള്ള ക്രൈറ്റീരിയ ആണ്. അത് എങ്ങനെയാണ് ഡിസൈറബിൾ ആയിട്ട് നമ്മൾ കൊണ്ടുവരേണ്ട എന്നുള്ള ക്രൈറ്റീരിയ ആണത്. മൾട്ടിപ്പിൾ മേജർ സ്റ്റഡി ഷോ ദാറ്റ് 30% റിഡക്ഷൻസ് ഇൻ കാർഡിയോവാസ്കുലർ ഡിസീസ് കൺട്രോൾ ഓഫ് ഹൈപ്പർലിപ്പിഡിമിയ. ഇത് നമുക്കെന്ന് പറയുമ്പോൾ കാരണം വേറെ ഒന്നുമല്ല, അവര് ഒരു 5 കൊല്ലം 6 കൊല്ലമൊക്കെ അലോപ്പതി മെഡിസിൻസ് എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ നമുക്ക് വളരെ കാര്യമായിട്ട് നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി നമ്മളുടെ ട്രീറ്റ്മെന്റ് കോംപ്ലിമെന്ററി ആയിട്ട് ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് നമുക്ക് അത് ക്യൂർ ചെയ്ത് കൊടുത്താൽ ഇത് വളരെ നമ്മൾ അവരുടെ ലിറ്ററലി അവരുടെ ജീവിതം രക്ഷിക്കുകയാണ്. HDL ക്യാൻ ബി ഇൻക്രീസ്ഡ് വിത്ത് ഹൈ ഇൻടേക്ക് ഓഫ് omega-3 ഫാറ്റി ആസിഡ്. omega-3 ഫാറ്റി ആസിഡ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഫിഷ് ലിവർ ഓയിലാണ് സാധാരണ പ്രിഫർ ചെയ്യാറുള്ളത്. നല്ലൊരു ഓപ്ഷനാണ്. മറൈൻ സോഴ്സ് ആണ്. അത് കൂടാതെ തന്നെ ചിയ സീഡ്സും നല്ലൊരു ഓപ്ഷനാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാവുന്നേ omega-3 ഫാറ്റി ആസിഡിന് വേണ്ടിയിട്ട്. റിവേഴ്സൽ ഓഫ് ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ് ടു നോർമൽ മെറ്റബോളിക് കൺട്രോൾ ബൈ ഐദർ ബേരിയാട്രിക് സർജറി ഓർ ഹൈപ്പോകാലറിക് ഡയറ്റ് allows for time sequence of underlying pathophysiological mechanisms to be observed. ഇത് അവര് ബേരിയാട്രിക് സർജറിയും ഈ ഹൈപ്പോകാലറി ഡയറ്റ് ഒക്കെ പറയുമ്പോൾ നമ്മൾ പറയേണ്ട, എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ ചെയ്യാറുള്ള ഇത്രയേ ഉള്ളൂ. നെല്ലിക്ക വെച്ചിട്ടുള്ള നെല്ലിക്ക വളരെ സീരിയസ് ആയിട്ട് അവരുടെ അടുത്ത് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറയാം. അതോടൊപ്പം തന്നെ ഡയബറ്റിസ് പേഷ്യൻസിന് നമ്മൾ നല്ലൊരു ഡയറ്റ്, നമ്മൾ ആ ഇൻഡിവിജ്വലിന് നല്ലൊരു ഡയറ്റ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മളുടെ സിസിജിയും ലൈക്കോപോഡിയം ഹയർ പൊട്ടൻഷ്യ 50 ഒക്കെയാണ് ഞാൻ കൊടുക്കാറുള്ളത്. അതും ഡെയിലി കൊടുക്കുക. വിത്തിൻ 3 months യു വിൽ നോട്ടീസ് എ സബ്സ്റ്റാൻഷ്യൽ ഡിഫറൻസ് ഇൻ ദി HbA1c. അത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ദ മെഡിക്കേഷൻ ഓൾസോ HbA1c മാറത്തില്ല എന്ന് നമുക്ക് പേഷ്യന്റിന് ഉറപ്പ് കൊടുക്കാൻ പറ്റും. In the reverse order, same mechanisms are likely to determine the events leading to onset of hyperglycemia and permit insight into the etiology of type 2 diabetes. അതായത് എന്തുകൊണ്ടാണ് നമുക്ക് ഇത് വന്നതെന്നുള്ള കാരണമൊക്കെ കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഒരു within 7 days of a well constructed diet, plasma glucose levels can start returning to normal levels. Over 8 weeks, insulin secretion steadily return to normal, and this changes in step with decreasing pancreatic fat content. ശരിയാണ്. നമ്മളൊരു നല്ലൊരു പ്രോപ്പർ ഡയറ്റ്, അതായത് 5 മീൽസ് ഉള്ള, സ്പ്ലിറ്റ് ആയിട്ടുള്ള, കുഞ്ഞു മീലുള്ള, കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ഉള്ള, അൺഹെൽത്തി ഫുഡ് ഒന്നും ഇല്ലാത്തൊരു നല്ല ഡയറ്റ് നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ 7 ഡേയ്സിനുള്ള ഗ്ലൂക്കോസ് ലെവൽസ് കുറയും. പക്ഷേ the problem and the challenges that we as doctors face is the fact that ഈ പേഷ്യൻസ് ആരും ഇത് 7 ദിവസമോ 10 ദിവസമോ പോലെ അല്ല, അവര് 20 ദിവസം 30 ദിവസം അവർ ഫോളോ ചെയ്യത്തില്ല. അപ്പൊ അവരെ കൺവിൻസ് ചെയ്ത് ഫോളോ ചെയ്യിപ്പിക്കുന്നതാണ് നമ്മൾ ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. ക്രോണിക് എക്സ്പോഷർ ഓഫ് ബീറ്റ സെൽസ് ടു ഫാറ്റി ആസിഡ്സ് ഡിക്രീസ് ദ ബീറ്റ സെൽ കപ്പാസിറ്റി ടു റെസ്പോണ്ട് ടു an acute increase in ഗ്ലൂക്കോസ് ലെവൽസ്. അത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഷുഗർ സ്പൈക്സ്, നമ്മൾ സിമ്പിൾ കാർബും ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ഉണ്ടാകുന്ന ഷുഗർ സ്പൈക്സിന് ബീറ്റ സെൽസ് നോർമലി റെസ്പോണ്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഈ ഫാറ്റി ആസിഡ്സുമായിട്ട് ക്രോണിക് ആയിട്ട് എക്സ്പോഷർ ഉള്ളതുകൊണ്ട് അവരുടെ റെസ്പോൺസ് കുറഞ്ഞു വരുന്നു. പിന്നെ ഹിസ്റ്റോളജി സ്റ്റഡി ഷോസ് 50% reduction in number of beta cells compared to normal subjects. Beta cell loss appeared to increase as duration of diabetes increases. ഡയബറ്റീസിന്റെ ഇത് കൂടുന്നോറും ബീറ്റാ സെൽസിന്റെ ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. ഹലോ, കേൾക്കാം ഡോക്ടറെ. ഓക്കെ, യെസ്. സോ ഇതാണ് അതിന്റെ ഡയഗ്രാം. ഇതിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ കുറിച്ചും മറ്റേ ഇൻഫ്ലമേഷനെ കുറിച്ചും ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്നുണ്ട്. ഇതിൽ ഇവർ ഈ പറയുന്ന ഈ മെറ്റ്ഫോമിൻ, ബാക്കി മെഡിക്കൽ ഇത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ബാക്കി നമ്മൾ ജസ്റ്റ് ആ ബയോകെമിസ്ട്രി മാത്രം മനസ്സിലാക്കി നമുക്ക് നമ്മുടെ മാനേജ്മെന്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇത് തെറാപ്യൂട്ടിക് ഡയറ്റ്. എന്ത് ഡയറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവരൊക്കെ ശരിയാവും? അപ്പൊ ഞാനിത് ഈ ഡയറ്റിനെ കുറിച്ച് സംസാരിക്കുന്ന എല്ലാ വേദികളിലും പറയാറുള്ള ഒരു കാര്യം തന്നെയാണ്. ദെയർ എക്സിസ്റ്റ് നോ പെർഫെക്റ്റ് ഡയറ്റ് ഫോർ ഒരു സിംഗിൾ പെർഫെക്റ്റ് ഡയറ്റ് ഒരു കണ്ടീഷനും ഇല്ല. നിങ്ങൾക്ക് ഡയബറ്റീസ് ഡയറ്റ്, ഹൈപ്പർ ടെൻഷൻ ഡയറ്റ്, PCOD ഡയറ്റ് എന്ന് പറഞ്ഞ് എഴുതി വെച്ച് ഇതുമായിട്ട് വരുന്ന എല്ലാ പേഷ്യൻസിനും ഒരേ ഡയറ്റ് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം നമ്മളുടെ ഹോമിയോപ്പതി പോലെ തന്നെ ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. കാരണം നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് പേഷ്യന്റിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് നിങ്ങളൊരു ഡയറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ എഫിക്കസി വുഡ് ബി മച്ച് ഹയർ ദാൻ ഒരു ബ്ലാങ്കറ്റ് ഡയറ്റ് ചെയ്യുന്നത്.
with respect to metabolic syndrome, the following dietary intervention might have. High fiber diet. അപ്പൊ ഈ ഹൈ ഫൈബർ ഡയറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയും ചെയ്യാൻ പറഞ്ഞാൽ മതി. തലേ ദിവസം രാത്രി 3 സ്പൂൺ ചിയ സീഡ്സ് എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ പ്രീസോക്ക് ചെയ്ത് വെക്കാൻ പറയണം. എല്ലാ ദിവസവും രാത്രി ചെയ്യാൻ പറയാം. പിറ്റേ ദിവസം അത് കുറേശ്ശെ കുടിക്കാൻ പറയാം. അപ്പൊ അത് ഒരു ദിവസം അത് മൊത്തം അങ്ങ് കുടിച്ചു തീർക്കുക. അതങ്ങ് വീർത്ത് വരും. ചിയ സീഡ്സ് omega-3 ഫാറ്റി ആസിഡും കിട്ടും, ഹൈ ഫൈബറും ആണ്. പിന്നെ അത് കൂടാതെ തന്നെ നോൺ വെജിനെക്കാളും കൂടുതൽ വെജ് കഴിക്കാൻ പറയാം. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഫൈബർ കൂടിക്കോളും. കുറച്ച് നാളത്തേക്ക് അറ്റ്ലീസ്റ്റ് ഈ നോൺ വെജ് ഒഴിവാക്കാൻ പറയാം. ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഫുഡ് ഐറ്റംസ്. ഈ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റിനെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റാഗി, ബജ്ര, മില്ലറ്റ്, ജോവാർ, റോൾഡ് ഓട്സ്, ബ്രൗൺ റൈസ്, ഇതൊക്കെയാണ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്. പക്ഷെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരും കേൾക്കത്തൊന്നുമില്ല. എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓട്സ് ഒക്കെ കഴിക്കുന്നതിനൊക്കെ മച്ച് മോർ എഫക്റ്റീവ് ആണ് റാഗിയുടെ പ്രോഡക്ട്സ് അല്ലെങ്കിൽ മില്ലറ്റിന്റെ പ്രോഡക്ട്സ് കഴിക്കുന്നത്. ഇത് കഴിക്കുമ്പോഴത്തേക്കും അതൊരു ചാർട്ട് ഉണ്ട്, അത് ഇതിലുണ്ടാവത്തില്ല, പക്ഷെ അതിലൊരു ചാർട്ട് ഉണ്ട്. ഈ ഷുഗർ സ്പൈക്സ് കാണിക്കുന്ന ഒരു ചാർട്ട് ഉണ്ട്. അപ്പൊ ഈ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ സ്പൈക്സ് എന്ന് പറയുന്ന സാധനം ഉണ്ടാവത്തില്ല. അത് ഇപ്പൊ നമ്മൾ വൈറ്റ് റൈസ് കഴിക്കുമ്പോൾ ഒബ്വിയസ്ലി അതൊരു സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പൊ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോൾ ഷുഗർ സ്പൈക്സ് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആക്കുമ്പോഴത്തേക്കും ഈ ലോ ഗ്ലൈസീമിക് ആയിട്ട് ഷുഗർ സ്പൈക്സ് വരത്തില്ല. അതിന് ഈ പറഞ്ഞ പോലെ റാഗി, ജോവാർ, ബജ്ര, മില്ലറ്റ്, ബ്രൗൺ റൈസ് എക്സെട്ര യു കെൻ യൂസ്. മോർ ഓഫ് ഹോൾ ഗ്രെയിൻസ്, റിഡക്ഷൻ ഓഫ് പ്രോസസ്ഡ് ഫുഡ് കംപ്ലീറ്റ്ലി. സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുന്ന പ്രോസസ്ഡ് മീറ്റ് അത് യൂസ് ചെയ്യുക. പ്രിസർവേറ്റീവ്സ് അടങ്ങിയിട്ടുള്ളത് യൂസ് ചെയ്യൽ കുറയ്ക്കുക. കോംപ്ലക്സ് കാർബ്സ് ഓവർ സിമ്പിൾ കാർബ്സ്, including more vegetables in the diet as opposed to a meat-rich diet. Avoiding fast food, confectionery and canned food completely. ഈ canned ഫുഡ് ആണ് ഭയങ്കര പ്രശ്നം. കാരണം ഈ 10 മണിക്കൂർ സ്ക്രീനിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ടെക്കികൾ മിക്ക ആൾക്കാരും കഴിക്കുന്നത് ഈ canned ഫുഡാണ്, കോൺഫെക്ഷനറി ആണ്. അവർ ഓർഡർ ചെയ്ത് സ്ഥിരമായിട്ട് ആ അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ അതൊരു പാറ്റേൺ ആയി മാറിയിരിക്കുകയാണ്. എനി വെൽ കൺസ്ട്രക്റ്റഡ് ഡയറ്റ് വുഡ് ബി പോയിന്റ്ലെസ് വിതൗട്ട് മോഡറേറ്റ് വിഗറസ് എക്സസൈസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ 20 മിനിറ്റ് ബിഗിനർ വർക്കൗട്ടോ യൂട്യൂബ് നോക്കിയിട്ട് അതെന്തെങ്കിലും അയച്ചു കൊടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ പ്രായമായവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് പവർ വാക്കിംഗ് ചെയ്യാൻ പറയാം 15 മിനിറ്റ്സ്. പവർ വാക്കിംഗ് ഒരു മോഡറേറ്റ് എക്സസൈസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതൊക്കെ വളരെ വലിയ മാറ്റങ്ങൾ ഇതൊക്കെ ഉണ്ടാവും. ലോ ഫാറ്റ് ഡയറ്റ്സ് ഷുഡ് ബി മെയ്ഡ് മോർ മെയിൻ സ്ട്രീം. റെഡ്യൂസ് ഇൻടേക്ക് ഓഫ് ട്രാൻസ് ഫാറ്റ്സ് ക്യാൻ വർക്ക് മിറക്കിൾസ്. വെജിറ്റബിൾസ് ഹാവ് ഫൈറ്റോന്യൂട്രിയൻസ് ദാറ്റ് ക്യാൻ റെഡ്യൂസ് ഷുഗർ ലെവൽസ്, ട്രൈഗ്ലിസറൈഡ് ലെവൽസ് എക്സെട്ര. The way in which you consume vegetables matter as well as the quantity. അതായത് ഇപ്പൊ ഈ ബ്രിഞ്ചാളിലും ലേഡീസ് ഫിംഗറിനും ഒക്കെ ഷുഗർ ലോവറിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട്, അതുപോലെ തന്നെ കൊളസ്ട്രോൾ ലോവറിംഗ് പ്രോപ്പർട്ടീസും ഉണ്ട്. പക്ഷെ നിങ്ങൾ ഇതേ സാധനം നിങ്ങൾ വറുത്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫൈറ്റോന്യൂട്രിയൻസ് കിട്ടത്തില്ല. അത് സ്റ്റീം അല്ലെങ്കിൽ ബോയിൽ ചെയ്ത് കഴിക്കണം. ദർ ഇസ് സംതിങ് നോൺ ആസ് ബയോ അവൈലബിലിറ്റി. അതായത് ഒരു ഫുഡ് ഐറ്റത്തിന്റെ എത്ര ശതമാനം ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിൽ പിടിക്കും, അതാണ് ബയോ അവൈലബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റീംഡ് ഫുഡിനും ബോയിൽഡ് ഫുഡിനും ബയോ അവൈലബിലിറ്റി വളരെ കൂടുതലാണ്. നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ അതിന്റെ ബയോ അവൈലബിലിറ്റി കുറയാണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. പിന്നെ ഇതിലിപ്പോ കാണിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തൊക്കെയാണ് ഇപ്പൊ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങൾ. അതായത് ഹൈ ഫാറ്റ് ആയിട്ടുള്ള സാധനത്തിന് നമ്മളുടെ ഒരു ലോ ഫാറ്റ് ഓൾട്ടർനേറ്റീവ് ആണ് ഈ കാണിക്കുന്നത്. ക്രോസാൻസ്, പേസ്ട്രി, ഡോണറ്റ്സ്, അതിനൊക്കെ പകരം ബ്രെഡ്, ഫ്ലോർ, ഓട്സ്, റൈസ്, പാസ്ത, കീന്യ. ഇതിൽ ഈ കീന്യ എന്ന് പറയുന്ന ഒരു സാധനം വളരെ ഇന്ത്യയിൽ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അതൊരു സ്യൂഡോ സീരിയൽ ആണ്. അത് ആക്ച്വലി ഒരു സീഡാണ്, പക്ഷെ അതൊരു സീരിയൽ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. 9 എസെൻഷ്യൽ ആസിഡ്സും ഉള്ള വെജിറ്റേറിയൻസിനൊക്കെ സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് കീന്യ, ഈ സാധനം. ഓക്കെ. പിന്നെ ഈ ചിപ്സ്, ഫ്രൈഡ് ഫുഡ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ വളരെയധികം ഇതൊക്കെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറയുന്നത്. ഇതൊക്കെ റീപ്ലേസ് ചെയ്യുന്നതിന് പകരം കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. ഇപ്പൊ ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഈ കാണിക്കുന്ന ബട്ടേർഡ്, ഫ്രൈഡ്, ക്രീംഡ്, അങ്ങനത്തെ ഓയിൽ കണ്ടന്റ് ഉള്ള സാധനങ്ങളൊക്കെ മെറ്റബോളിക് സിൻഡ്രോം ആയിട്ട് വരുന്ന ഒരു പേഷ്യന്റ് എടുത്ത് നമ്മൾ കഴിക്കാനേ പറയാൻ പാടില്ല. കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ പറയും. ഇതിൽ ഇവര് റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്ന കാര്യമൊക്കെ സംസാരിക്കുന്നത്. ഐ പേഴ്സണലി വുഡ് ആസ്ക് ദം ടു അവോയ്ഡ് ഇറ്റ് കംപ്ലീറ്റ്ലി ഫോർ അറ്റ്ലീസ്റ്റ് 6 months. 180 ദിവസം അവർക്ക് അവരുടെ ഹെൽത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് നമ്മളുടെ പ്രശ്നമല്ല. ഫിഷ് ആണെന്നുണ്ടെങ്കിൽ ഓയിലി ഫിഷ്, ഷെൽ ഫിഷ്, വൈറ്റ് ഫിഷ് ഒക്കെ കഴിക്കാമെന്നാണ് ഈ പറയുന്നത്. ഈ പറഞ്ഞ പോലെ ഹെൽത്തി omega-3 ഫാറ്റി ആസിഡ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിയ സീഡ്സിലും omega-3 ഉണ്ട്,
ഫിഷ് ഓയിലും ഒമേഗ 3 ഉണ്ട്. പക്ഷെ മറൈൻ സോഴ്സസിൽ നിന്ന് വരുന്ന ഒമേഗ 3 ആണ് നമ്മുടെ ശരീരത്തിൽ പിടിക്കാനായിട്ട് കൂടുതൽ സാധ്യതയുള്ളത്. പിന്നെ മീറ്റ്, വിസിബിൾ ഫാറ്റ്, സോസേജ്, ഡക്ക്, ഗൂസ് ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഈ പറഞ്ഞ പോലെ ലീൻ മീറ്റ് യൂസ് ചെയ്യുക. ചിക്കൻ ആൻഡ് ടർക്കി ബ്രസ്റ്റ് വിതൗട്ട് സ്കിൻ, ലീൻ ഹാം, ബീഫ് ഓർ പോർക്ക്, അതായത് ഫാറ്റ് ഇല്ലാത്ത സാധനമാണ്. ചില ഈ നെയ്യ് കിടക്കുന്ന സാധനം നമ്മൾ ഒരു കാരണവശാലും കഴിക്കരുത്. പിന്നെ ഹോൾ മിൽക്കിന് പകരം സ്കിംഡ് മിൽക്ക്. ഇതൊക്കെ എത്രത്തോളം ഇന്ത്യയിൽ പ്രാക്ടിക്കലി പോസിബിൾ ആണെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം സ്കിംഡ് മിൽക്കിന്റെ അവൈലബിലിറ്റിയും അതിന്റെ എക്കണോമിക്കൽ വയബിലിറ്റി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾ അത് ചെയ്തു കൊടുത്തത്. കോട്ടേജ് ചീസ് എന്ന് പറഞ്ഞ പനീറാണ്. പനീർ കഴിക്കാൻ പറയും. ബാക്കിയുള്ള ക്രീമിനൊക്കെ പകരം പനീറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സജസ്റ്റ് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ബട്ടർ ആൻഡ് ഡ്രിപ്പിംഗ് ആൻഡ് മാർജറീൻ എന്നൊക്കെ പറഞ്ഞ സ്പ്രെഡാ. അതിന് പകരം മറ്റേ ഒലിവ് ഓയിലൊക്കെ ഒരു പക്ഷെ ഇതിനുള്ളിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എത്രത്തോളം ഹെൽത്തി ആണെന്നുള്ളത്. ഇനി മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് പാർട്ട് വിച്ച് ഇസ് ഹോമിയോപ്പതിക് തെറാപ്യൂട്ടിക്സ്. സിസിജിഎം പോലെ ഞാനിവിടെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള മെഡിസിൻസ് ഒന്നും യൂസ് ചെയ്തിട്ടൊന്നുമില്ല. നമ്മൾ എല്ലാവരും കൊടുക്കുന്ന മരുന്നൊക്കെ തന്നെ കൊടുക്കുന്നുള്ളൂ. സിസിജിഎം ഈ പറഞ്ഞ പോലെ FBS കുറയ്ക്കുന്നുണ്ട്, ട്രൈഗ്ലിസറൈഡ്, ബാക്കി കാര്യങ്ങൾ ഇത് ഡെയിലി ട്വൈസ് 12 തുള്ളി ഒരു ടീസ്പൂൺ വെള്ളത്തിൽ കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ഡയബറ്റിസ് റിവേഴ്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹെപ്പാറ്റിക് ഇഞ്ചുറീസും ഒക്കെ റിവേഴ്സ് ആവാറുണ്ട്. ലൈക്കോപോഡിയം 50 mg ഇത് ഞാൻ പേഴ്സണലി കണ്ടിട്ടുള്ളതാണ്. അതായത് 14.4 HbA1c ഉള്ളൊരു കേസൊക്കെ 9 വരെ 8 something ഒക്കെ വരെ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ലൈക്കോപോഡിയം 50 mg, സിസിജിഎം, അതോടൊപ്പം തന്നെ CKL കോർ ടിഞ്ചർ, അതോടൊപ്പം തന്നെ നമ്മുടെ ഡയറ്റ്, ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ എത്തിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോ there is tremendous potential in all of this for homeopathy personally. എനിക്ക് ബാക്കിയുള്ളവരുടെ കാര്യം അറിയത്തില്ല, പക്ഷെ നമുക്ക് ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള ഒരു കാര്യമാണ്. നമ്മൾ വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഹോമിയോപ്പതി ഇൻ ഡയബറ്റീസ്, എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ. പിന്നെ ഈ I have given this remedy to every patient who has had type 2 diabetes mellitus, at least a single dose between the commencement of treatment. It can go a long way when it comes to the reversal of pathology. പിന്നെ ഗ്ലിസറിസ ഗ്ലാബ്ര, ഇതൊരു ഓൾമോസ്റ്റ് ഒരു കോർട്ടിക്കോസ്റ്റീറോയിഡ് ഒക്കെ പോലെ തന്നെയാണ്, സൈഡ് എഫക്ട് ഇല്ലാത്ത ത്രോംബിൻ ഇൻഹിബിറ്റർ ആയിട്ട് പ്രൂവൺ ആണ്. ഈ സെഡൻഡറി ലൈഫ് സ്റ്റൈലുള്ള ആൾക്കാർക്ക് ഗ്ലിസറിസ ഗ്ലാബ്ര ടിഞ്ചർ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവിനൻസറ്റേവ ടിഞ്ചർ ഈ പറഞ്ഞ പോലെ ഹൈപ്പർലിപ്പിഡിമിയ, അവിനൻസറ്റേവ, കുർക്കുമ ലോങ്ങ, ഇതൊക്കെ LDL VLDL ലെവൽസ് കുറയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. നീഡ് നോട്ട് നെസസറിലി സ്റ്റാർട്ട് വിത്ത് ദിസ് റെമഡി അൺലെസ് ആൻഡ് അൺടിൽ പേഷ്യന്റിന് ഈ ഹൈ വാല്യൂസ് ഇല്ലാതെ വെച്ച് സ്റ്റാർട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ നേരത്തെ ആ ഒരു സെഡൻഡറി നേച്ചറിനെ പറ്റി പറഞ്ഞപ്പോൾ ഒബ്വിയസ്ലി എല്ലാവരുടെ മനസ്സിൽ കാൽക്കേരിയ കാർബ് വന്നിട്ടുണ്ടാവും. മെറ്റബോളിസം കൂടാറുണ്ട്. ഞാൻ വെയിറ്റ് ലോസിനൊക്കെ എല്ലാവരും ഫൈറ്റോലൊക്കെ കഴിക്കുമ്പോൾ, ഫൈറ്റോലൊക്കെ ടിഞ്ചർ യൂസ്ഫുൾ ആണ് വെയിറ്റ് ലോസിന്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ എങ്കിൽ പോലും ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന കാൽക്കേരിയ കാർബാണ് വെയിറ്റ് ലോസിന്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ് അതിന്റെ കീനോട്ട് സിംറ്റംസ് ഒക്കെയാണ്. അത് സെലക്ട് ചെയ്യാനായിട്ട് ഐ എം 100% ഷുവർ ഇത് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും അതൊക്കെ അറിയാമെന്ന്. പിന്നെ ലേപ്പിസ് ആൽബ 6th potency when repeated with high frequency, this remedy reduces the triglycerides to great extent. ഒരു പക്ഷേ ടിഞ്ചറിനോടൊപ്പം തന്നെ കൊടുക്കേണ്ട ഒരു സാധനങ്ങളൊക്കെയാണ് ഇതൊക്കെ. ഈ പറഞ്ഞ പോലെ തന്നെ റേവനസ് ആപ്പറ്റൈറ്റ്, ഒരുപാട് എത്ര തീർന്നാലും കഴിച്ചാലും മതിയാവാത്ത കാര്യങ്ങൾ, അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ കൊടുക്കാവുന്ന ഒരു മെഡിസിൻ ആണ്. ഫെൽട്ടോറി 3x പൊട്ടൻസി ആണ് ഇവിടെ നമ്മൾ ക്ലിനിക്കലി യൂസ് ചെയ്യാറുള്ളത്. ട്രൈച്ചറേഷൻ, അത് ഡൈജഷൻ, ഇമ്പയർഡ് ഡൈജഷൻ ഒക്കെ ഉള്ള കേസുകളിൽ ഫെൽട്ടോറി ട്രൈച്ചറേഷൻ വളരെ യൂസ്ഫുൾ ആണ്. വെനേഡിയം മെറ്റാലിക്കം, ഈ ലിവറൊക്കെ ഡീജനറേറ്റഡ് ആയി ആർട്ടീരിയോസ്ക്ലീറോസിസ് ഒക്കെ വന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെനേഡിയം മെറ്റാലിക്കം 6th പൊട്ടൻസി, പെർട്ടിക്കുലർലി 6th പൊട്ടൻസി ഡാഡി പറഞ്ഞു തന്നെയാണ്, വളരെ എഫക്റ്റീവ് ആയിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് എന്റെ ഹോമിയോപ്പതിക് തെറാപ്യൂട്ടിക്സ്. ഞാൻ കൂടുതലും ഇതിനെ മെഡിസിനേക്കാളും കൂടുതൽ ഒരു ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ഡിസോർഡർ ആയിട്ട് കണ്ട് ഇതിന്റെ ഡയറ്റും ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് ഒക്കെ മോഡിഫൈ ചെയ്ത് ട്രീറ്റ് ചെയ്യാനാണ് എനിക്ക് താല്പര്യമായിട്ട് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നമുക്കേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു അസുഖം, അതിൽ നമുക്കേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള സ്ഥിതിക്ക് നമ്മൾ എല്ലാവരും കൂടെ വിചാരിച്ചു കഴിഞ്ഞാൽ നല്ലൊരു സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ആൾക്കാരിൽ ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് ടു മീ. വെയിറ്റ് ലോസ് ഡോക്ടറെ വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. എന്തായാലും സമയബന്ധിതമായി തന്നെ ഒരു ചർച്ചയ്ക്ക് സമയമിട്ട് ഡോക്ടർ കംപ്ലീറ്റ് ചെയ്തു. കാൽക്കേരിയ കാർബ് പറഞ്ഞല്ലോ വെയിറ്റ് ലോസിന് വേണ്ടി കൊടുക്കും. പൊട്ടൻസി
200th പൊട്ടൻസി ഞാൻ വെയിറ്റ് ലോസ് ഡയറ്റ് ചെയ്യാറുള്ളത്, ഞാൻ 6 മാസത്തേക്കുള്ള വെയിറ്റ് ലോസ് ഡയറ്റ് ആണ് ചെയ്യാറുള്ളത്. അതിൽ 1 മാസത്തേക്ക് ഞാൻ പൊതുവെ കൊടുക്കാറുള്ളൂ. അത് 200th പൊട്ടൻസി സിംഗിൾ ഡോസ് ഏർലി മോർണിംഗ് എംപ്റ്റി സ്റ്റൊമക്ക്. ഇത് ഞാൻ സ്ഥിരം കൊടുക്കുക. അതായത് എല്ലാവരും ഈ പറഞ്ഞ പോലെ ഒരുമാതിരി ഏതെടുത്ത് നോക്കിയാലും ഫൈറ്റോലൊക്കെ കൊടുക്കുന്നുണ്ട്. അത് ശരിയാണ്, ഫൈറ്റോലൊക്കെ കുറച്ചും കൂടി ഇതാണ്. പക്ഷെ എനിക്ക് കാൽക്കേരിയ കാർബ് വളരെയധികം ഇപ്പോഴത്തെ ഒരു ജനറേഷന്റെ ഒരു മൈൻഡ് സെറ്റും എല്ലാം വെച്ചിട്ട് അത് എനിക്ക് വളരെ റെലവെന്റ് ആയിട്ട് തോന്നിയത് കൊണ്ടാണ് മാം ഞാൻ 30 ദിവസത്തേക്ക് കൊടുക്കാറുള്ളൂ. ബാക്കി 5 മാസം മരുന്നില്ലാതെ ബാക്കി കണ്ടിന്യൂ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഒരു ചർച്ചയിലേക്ക് കടക്കാം. മെറ്റബോളിക് സിൻഡ്രത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഡോക്ടർ ഒന്ന് പ്രതിപാദിച്ച കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഓരോരുത്തരായിട്ട് ഹാൻഡ് റൈസ് ചെയ്ത് പറയാം. എല്ലാവരും ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ വളരെ നന്നായി. സ്ക്രീൻ ഒന്ന് ഇതാക്കാമോ? യെസ് മാം. ഓക്കെ, അപ്പൊ ഇനി ചർച്ചയ്ക്ക് എന്തെങ്കിലും ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ പറയാം. ഓരോരുത്തരായിട്ട് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് വരണേ. 10 മിനിറ്റ് ആണുള്ളത്. ആർക്കൊന്നും പറയാനില്ലേ, ചോദിക്കാനില്ലേ? സമയം കഴിയാറാകുമ്പോ റഷ് ഉണ്ടാവാതെ ഇപ്പോഴേ ഓരോരുത്തരൊന്ന് ഹാൻഡ് റൈസ് ചെയ്ത് ചോദിക്കണം. ഡോക്ടർ മറിയാമ്മ ജോൺ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ഡോക്ടറെ ഇതിന്റെ നോട്ട്സ് നമുക്കൊന്ന് കിട്ടാനുള്ള മാർഗമുണ്ട്. ഇച്ചിരി സ്പീഡ് കൂടുതലായിരുന്നോണ്ടേ നമുക്ക് ഞാൻ PDF ഷെയർ ചെയ്തുതരാം. ഞാൻ ആർക്കാണെന്ന് വെച്ചാലും മറിയാമ്മ ഡോക്ടറെ, നമ്മൾ ഈ യൂട്യൂബിൽ കാണുമ്പോ ഇത് ഇങ്ങനെ എല്ലാം ഡോക്ടർ പറഞ്ഞ സ്ലൈഡും എല്ലാം വരൂലേ? സ്ലൈഡ് ഡോക്ടർ വേഗം മാറ്റിക്കൊണ്ട് പോവുക ചെയ്തത്. എല്ലാം എന്നെ ഒന്ന് പേഴ്സണൽ മെസ്സേജ് ആരെങ്കിലും ഞാൻ നമ്പർ ഇടുന്നുണ്ട്, ജസ്റ്റ് ആർക്കാന്ന് വെച്ചാൽ അതിൽ ധനേഷ് ഡോക്ടർക്ക് അയച്ചു കൊടുത്താൽ മതി. ധനേഷ് ഡോക്ടർക്ക് അയച്ചു കൊടുത്താൽ മതി. അയച്ചുതരാം. പിന്നെ വീഡിയോ, എനിക്ക് തോന്നുന്നു വീഡിയോ കാണുമ്പോ വീണ്ടും നമുക്ക് ഇട്ട് കാണാമല്ലോ. അല്ല, നമുക്ക് അതിനുള്ളൊരു ഇത് വരികയല്ലോ ഡോക്ടറെ കാണാനേ. എപ്പോഴും സമയമില്ലല്ലോ അതിന്റെ. ഇതിപ്പോ നമുക്ക് പിന്നെ എഴുതിയെടുക്കാൻ പറ്റാത്തൊരു സ്റ്റേജ് ആയിരുന്നു. അപ്പം നോട്ട്സ് കിട്ടുവാണെങ്കിൽ അത് വലിയ പ്രയോജനമുള്ളൊരു ക്ലാസ് ആണ് ഇന്ന് നമുക്ക് കിട്ടിയത്. അത് കുറച്ചും കൂടെ ഇതായിട്ട് കിട്ടുന്നത് നല്ലതായിരുന്നു. അതുകൊണ്ടാണ് നോട്ട്സ് ചോദിച്ചത്. ഓക്കെ, ഡോക്ടർ തീർച്ചയായിട്ടും അയച്ചു തരും. മറിയമ്മ അല്ല, ധനേഷ് ഡോക്ടർക്ക് അയച്ചു കൊടുക്കും. അത് ഡോക്ടർ ഞാൻ അയച്ചു കൊടുത്തേക്കാം. PDF അയച്ചു കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഒരു ചോദ്യം കൂടെ, ഈ വനേഡിയം മെറ്റാലിക്കത്തില് ടെൻഡൻസി ടു സ്ലീപ്പ് ആഫ്റ്റർ ഈറ്റിംഗ്, അത് ഒരു സിംറ്റം ആയിട്ടാണ് നമ്മൾ എപ്പം ഭക്ഷണം കഴിച്ചാലും ഉറങ്ങണമെന്നുള്ളൊരു തോന്നൽ സിംറ്റം ആയിട്ട് എടുത്തിട്ട് കൊടുക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതെ. കഴിഞ്ഞോ മറിയാമ്മ ഡോക്ടറെ? അതുപോലെ ഈ ലാപ്പിസ് ആൽബിന്റെ ഒന്ന് പറയാമോ? അത് എന്തിനാ ഉദ്ദേശിക്കുന്നതെന്ന്? ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കാന്. അതെ, ലാപ്പിസ് ആൽബ 6th പൊട്ടൻസി ഈ പറഞ്ഞ പോലെ തന്നെ ഡിസ്ലിപ്പിഡീമിയ റെഗുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതെ, അത് ആദ്യമായിട്ടുള്ളൊരു അറിവാണ്. താങ്ക് യു ഡോക്ടർ. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കും ഒന്നും പറയാനില്ലേ? ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയാം.
ഷഫീഖ് ഡോക്ടറൊക്കെ ഉണ്ടല്ലോ. ഷഫീഖ് ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഷഫീഖ് ഡോക്ടർ ഇല്ലേ? കേൾക്കാവോ? കേൾക്കാം. എന്താണ് ഡോക്ടറുടെ ക്ലാസ് വളരെ നല്ല ഇൻഫർമേറ്റീവ് ആണ്. പക്ഷെ കൽക്കേരിയക്കാർക്ക് 200 അല്ല, ഞാൻ 1 10 ഒക്കെ കൊടുത്ത് വെയിറ്റ് കുറച്ചിട്ടുണ്ട്. അലോപ്പതി ഡോക്ടർക്ക് തന്നെ 2 അലോപ്പതി ഡോക്ടർമാർക്ക് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഞാൻ കൊടുത്തത് കൽക്കേരിയക്കാർക്ക് 10 1 മാസം കഴിഞ്ഞപ്പോ ഒണ്ണം ആദ്യം കൊടുത്തു, 1 മാസം കഴിഞ്ഞപ്പോ 10 കൊടുത്തു, പിന്നെ 1 മാസം കഴിഞ്ഞ് 10. നല്ല വെയിറ്റ് ലോസ് വന്നു. ഡെയിലി റിപ്പീറ്റേഷൻ ആണോ സാറേ? ഇല്ല, മാസത്തില് മാസത്തിലൊരിക്കൽ. അത് നമ്മൾ പറയും, പെട്ടെന്നൊന്നും കുറയത്തില്ല എന്ന് പറഞ്ഞു തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ. 2 പേരും അലോപ്പതി ഡോക്ടർമാരുമായിരുന്നു. ഓഹോ. വൺസ് മന്ത് ആണോ സാർ? അതെ അല്ലേ? അതെ. ഓക്കെ. ഞാൻ 200 ട്രൈ ചെയ്തില്ല, ഇത് തന്നെ ട്രൈ ചെയ്തു. നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പം ഒന്ന് എല്ലാരും ഒന്ന് ശ്രമിച്ചു നോക്കുക. ശരി, ഡെഫിനറ്റ്ലി സർ. ഐ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഒരു അതിന്റെ കൂട്ടത്തില് 200 കൂട്ടത്തില് കൊടുക്കാം, അങ്ങനെയാണ്. അതെ, ഫസ്റ്റ് വേണമെങ്കിൽ 200 കൊടുക്കാം. ഇപ്പൊ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് തുടങ്ങാം. 10 മേലോട്ട് പോകാം. ശരി. ഓക്കെ. 1 മാസം 200 കൊടുത്തു, അടുത്ത മാസം 1 അതിന്റെ അടുത്ത മാസം 10. അങ്ങനല്ലേ? അതെ, ആ രീതിയിൽ തന്നെയാണ് കൊടുത്തത്. ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിൽ വരണം. നല്ല ക്ലാസ് ആണ്. ഇതേപോലുള്ള ക്ലാസ്സുകൾ നമ്മുടെ ഡോക്ടർമാർക്ക് വളരെ അത്യാവശ്യമുള്ളതാണ്. ഡെയിലി ഡോസ് ആണ്. ലൈക്കോപ്പൊടി 50 mg റിപ്പീറ്റഡ് ഡോസ് എന്ന് പറഞ്ഞു ഡോക്ടർ. അതെ, ഞാൻ ഡെയിലി ഒരു ഡോസ് ലൈക്കോപ്പൊഡിയം 50 mg അത് കഴിക്കാൻ പറയാറുണ്ട്. അത് ഞാൻ പഠിച്ചിറങ്ങിയ സമയത്ത് ഞാൻ ഒരു സെമിനാർ അറ്റൻഡ് ചെയ്ത് ഒരു സാർ ഇതുപോലെ പറഞ്ഞു കേട്ട് എന്തോ അങ്ങനെ കൊടുക്കാൻ തുടങ്ങിയതാ. പക്ഷെ എനിക്ക് പിന്നെ അതൊരു ശീലമായി എന്ന് വേണമെങ്കിൽ പറയാം. അത് പക്ഷെ നല്ല റിസൾട്ട് കാണിക്കുന്നുണ്ട്. ഡയബറ്റീസ് റിവേഴ്സൽ നമ്മളിവിടെ 6 months ഒക്കെ പറയുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലിനിക്കൽ പാക്കേജ് അനുസരിച്ച് എങ്കിലും കുറച്ചും കൂടെ ഫാസ്റ്റർ ആയിട്ട് ഇതാവുന്നുണ്ട്. അപ്പൊ എനിക്ക് പക്ഷെ ഞാനൊരു ക്ലാസ്സിൽ ലൈക്കോപ്പൊഡിയം 10 കൊടുത്താൽ കുറയുമെന്ന് കേട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. 10 ഡോക്ടർ 50 ml കൊടുക്കുന്ന പറഞ്ഞത്. 50 mg. എത്ര ദിവസം കൊടുക്കും ഡോക്ടറെ? അതാണ്, ഞാനത് ഡെയിലി കൊടുക്കാൻ പറയും. അതായത് ഒരു 3 months ഒക്കെ റിപ്പീറ്റ് ചെയ്യും. ഡെയിലി 50 mg ഒറ്റ ഡോസ് രാവിലെ ഒരു ഗുളിക കഴിക്കാൻ പറയും. ഡോസ് വളരെ മിനിമൈസ് ചെയ്ത് കൊടുക്കണം. ലൈക്കോപ്പൊഡിയം ഒക്കെ ആകുമ്പോൾ നമ്മളതൊന്ന് ശ്രദ്ധിച്ചു കൊടുക്കേണ്ട മരുന്നുകൾ വരുന്നതാണ് ലൈക്കോപ്പൊഡിയം, ഹൈപ്പർടെൻസി ഒക്കെ. ഇത് എന്റെ അടുത്ത് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. ഞാനിത് ഇതുവരെ അത് അങ്ങനെ ചെയ്തോണ്ട് ഞാനത് മാറ്റണം. ശരിയാ. അത് ഞാൻ പക്ഷെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 30 to 45 days ഇനീഷ്യലി ഒരു 1.5 months ഡെയിലി ഒക്കെ കൊടുക്കാറുണ്ട് 50 mg. കൊടുത്തപ്പോ എന്താണ് റിസൾട്ട്? HbA1c അതാണ് സംഭവം. ഇപ്പൊ നമ്മളുടെ അതൊരു ഡിലെമയാണല്ലോ. കാരണം ഞാൻ CKL4 ടിഞ്ചർ കൊടുക്കും, സിസിജിൻ ടിഞ്ചർ കൊടുക്കും, പിന്നെ ഈ ലൈക്കോപ്പൊഡിയം 50 mg കൊടുക്കും. പിന്നെ നമ്മുടെ ഡയറ്റ് നമ്മൾ പേഷ്യന്റിനനുസരിച്ച് പ്രോപ്പർ ഡയറ്റ് പറഞ്ഞു കൊടുക്കും. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഈ HbA1c കുറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ടിഞ്ചർ കൊണ്ടാവും, ചിലപ്പോൾ ലൈക്കോപ്പൊഡിയം 50 mg കൊണ്ടാവും. ടിഞ്ചർ ഞാൻ ഇടയ്ക്ക് മാറ്റാറൊക്കെ. ചിലപ്പോൾ സിസിജിൻ മാത്രമേ കൊടുക്കാറുള്ളൂ, ചിലപ്പോൾ CKL4 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ മാറ്റാറുണ്ട്. പക്ഷെ ലൈക്കോപ്പൊഡിയം ഞാൻ ഇന്നേ വരെ മാറ്റിയിട്ടില്ല. ഞാൻ ആസിഡ് ഫോസ് 200, ലൈക്കോപ്പൊഡിയം 50 mg അത് സ്ഥിരം അങ്ങ് കൊടുക്കാറുള്ളതാണ്. അപ്പൊ ഡോക്ടർ ഈ എന്താണ് HbA1c നോർമൽ ആയെന്നാണോ പറയുന്നത്? HbA1c കുറയുന്നുണ്ട്. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 14 8 ഒക്കെ വരുന്നത്. അത് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല. അത് അവര് തന്നെ ദ പേഷ്യന്റ് ഇസ് ആക്ച്വലി ആൻ ENT സർജൻ ഫ്രം മധുരൈ. അപ്പൊ പുള്ളിക്കാരത്തി ആണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരത്തിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പുള്ളിക്കാരത്തി പറയുന്നതെന്ന് പറഞ്ഞത് എങ്ങനെയാണ് ഇത്രയും നാൾ ഇതിങ്ങനെ ഇരുന്നിട്ട് എന്നിട്ട് അവര് വളരെ ഇതായിട്ട് എനിക്ക് ഒരുപാട് പേഷ്യൻസിനെ റെഫർ ഒക്കെ ചെയ്ത് തന്നായിരുന്നു. പക്ഷെ ടു ബി വെരി ഓണസ്റ്റ്, നമ്മൾ പുറത്തുനിന്ന് ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ചില കേസുകളിൽ അതിങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റാതെയും വരാറുണ്ട്. രണ്ട് സൈഡും പറയുവാണല്ലോ. ഇതുപോലെ ചില കേസുകളിൽ ഇറ്റ് വർക്ക്സ് ഔട്ട് മിറക്കുലസ്ലി, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇൻ സം കേസസ് ഐ എം നോട്ട് ഏബിൾ ടു റെപ്ലിക്കേറ്റ് ഇറ്റ്. സോ ദാറ്റ് പാർട്ട് ഇസ് ഓൾസോ ദർ. 50 mg കൊടുത്തിട്ട് എനിക്ക് ഇതൊരു റിസൾട്ട് ഉണ്ട്. ഞാൻ ഇതിനു മുന്നേ സാറല്ലാതെ ഒരുപാട് സീനിയേഴ്സ് ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ലൈക്കപ്പൊടി ഹയർ ഒക്കെ കൊടുക്കുമ്പോൾ നോക്കിയും കണ്ട് കൊടുക്കാനായിട്ടൊക്കെ. പിന്നെ കൊടുത്തു ധൈര്യം വന്നു. അതെ.
അല്ല ഡോക്ടറെ, അത് കൊടുത്തിട്ട് നമ്മൾ ഡയബറ്റിസ് പിന്നെ ഈ മെഡിസിൻ ഒക്കെ സ്റ്റോപ്പ് ചെയ്യാൻ പറയുമോ, അതല്ല പിന്നും കണ്ടിന്യൂ ചെയ്യാൻ പറയൂ? ഇല്ല, അതായത് ഞാനത് ബേസ് ലൈൻ ഷുഗേഴ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് ചെയ്യാൻ പറയും. കാരണം ഞാൻ എന്നിട്ട് ഞാൻ ആദ്യമേ നമ്മുടെ അടുത്ത് മരുന്നിന് വരുമ്പോൾ തന്നെ ഞാൻ അവരുടെ അടുത്ത് ഭയങ്കര ഷോ ഓഫ് ചെയ്ത്, നമ്മൾ പ്രോപ്പർ ഹോമിയോപ്പതിയാണ്, നമ്മൾ അസുഖം മാറ്റാനായിട്ടുള്ള മരുന്നാണ്, 1 വർഷം കഴിച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഴിക്കേണ്ട, അങ്ങനെ തന്നെ ഇരിക്കാനാണ് സംഭവം. എന്നിട്ട് ഞാൻ ഒരു 3 മന്ത് പീരീഡ് ഇട്ട് റിലാപ്സ് വരുന്നുണ്ടോ എന്ന് നോക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ലൈക്ക് ഐ സെഡ്, ഇപ്പൊ ഈ പറഞ്ഞ പോലെ കുറയുന്ന കേസുകളെയല്ലേ നമ്മൾ പറയത്തുള്ളൂ, കുറയാത്ത കേസുകളും ഉണ്ടാവുമല്ലോ നമുക്ക്. അപ്പൊ അവർക്ക് കുറച്ച് നാളും കൂടെ പ്രൊലോങ്ഡ് ആയിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു, അത്രയൊക്കെ തന്നെ ഉള്ളു. പിന്നെ അഡീറൻസ് ടു ദ ഡയറ്റ്, അത് എനിക്ക് വളരെ, ഇപ്പൊ എനിക്കിവിടെ ഒരു കപ്പിള്, ഒരു ഹസ്ബൻഡും വൈഫും ഉണ്ട്. അവര് 106 കിലോ ആയിട്ട് എൻ്റെ അടുത്ത് വന്നതാ. അവർക്ക് നമ്മൾ വെയിറ്റ് ലോസ് പ്ലാനും ഇതെല്ലാം കൊടുത്തിട്ട് ദേ ബിക്കെയിം 79 ഓർ സംതിങ്. അത് അവർ അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് ഡയറ്റ് ഫോളോ ചെയ്തുകൊണ്ടാണ്. പക്ഷെ ചില ആൾക്കാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഡയറ്റ് ഫോളോ ചെയ്തൊരു 15 ദിവസം കഴിയുമ്പോഴത്തേക്കും വൺസ് ദേ ഫീൽ ദാറ്റ് അത് വെയിറ്റ് കുറഞ്ഞു എന്ന് കഴിയുമ്പോൾ പിന്നെ അവർക്ക് ആ സീരിയസ്നെസ് പോയി. അപ്പൊ അഡീറൻസ് ടു ദ ഡയറ്റ്, പിന്നെ ഈ മെഡിക്കേഷന്റെ ഈ നമ്മള് എത്ര നാളത്തേക്ക് എന്നുള്ളതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിപ്പെൻസ്, വേരീസ് ഫ്രം പേഷ്യന്റ് ടു പേഷ്യന്റ്. ബേസ് ലൈൻ ഷുഗേഴ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സാധാരണ നിർത്താൻ പറയാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 3 മന്ത്സ് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കാൻ പറയാറുണ്ട്. പക്ഷെ എന്റെ അനുഭവത്തിൽ 6 മന്ത്സ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നും കൂടിയ കേസുകളുണ്ട്. ഓ, ഓക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ CCG ഒക്കെ കണ്ടിന്യൂ ചെയ്യാൻ പറയും. CCG മാത്രം കണ്ടിന്യൂ ചെയ്യാൻ പറയാം അല്ലേ സാർ? ഹൈപ്പർടെൻസി ലൈക്കോ ഒക്കെ അടുപ്പിച്ചടുപ്പിച്ച് കൊടുക്കാറില്ല ഞാൻ. എന്റെ അടുത്ത് ഇവിടെ ഡാഡിയും പറഞ്ഞ് കുറെ കളിയാക്കാറുണ്ട്, ഹൈപ്പോട്ടൻസ് ഇങ്ങനെ എന്തിനാ കൊടുക്കണേന്നൊക്കെ ചോദിച്ചു. പക്ഷെ ഞാനത് എന്തോ ഇങ്ങനെ ചുമ്മാ കൊടുത്തു. ആ ശരി, അത് നിർത്തണം. സിസിജിയും പക്ഷെ അപ്പൊ അങ്ങനെ പ്രൊലോങ്ഡ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ല, അത് ഡോസ് കൂടാതിരുന്നാൽ മതി ഡോക്ടറെ. ഞാൻ 7 ഡ്രോപ്പ് ഒക്കെ ഒരു ദിവസം കഴിക്കാൻ പറയാറുള്ളൂ. 7 ഡ്രോപ്പ്. 7 ഡ്രോപ്സ്. അതിൽ തന്നെ റിസൾട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ ഈ ടിഞ്ചേഴ്സ് ഒക്കെ ആവശ്യമില്ല ഓവറായിട്ട് കൊടുക്കേണ്ട കാര്യമില്ല എന്നൊന്നും. ഞാൻ ടിഞ്ചേഴ്സ് വളരെ കുറച്ച് ഉപയോഗിക്കുന്ന ആളാണ്. അപ്പം പക്ഷേ ഡോസ് കുറച്ച് കൊടുത്താൽ എഫക്ട് കിട്ടും. പിന്നെ ചിലരൊക്കെ പറയും 25 30 തുള്ളിയൊക്കെ കഴിക്കാം. അത് എന്തോ എനിക്കതങ്ങോട്ട് നല്ലതായിട്ട് തോന്നുന്നില്ല. അത് പ്രശ്നമാണ്. പിന്നെ ഹെപ്പറ്റോടോക്സിസിറ്റി ഒക്കെ വന്ന് നമുക്ക് തന്നെ പിന്നെ. അല്ല ഡോക്ടർ CKL കോർ ടീച്ചർ പറഞ്ഞില്ലേ? എന്താ സാർ? CKL കോർ അതിന്റെ ഇൻഡിക്കേഷൻ എന്താണ്? എന്തായിരുന്നു? ഹലോ, CKL കോർ നമ്മളാരും ഇതുവരെ ഡയബറ്റീസിനെ ട്രൈ ചെയ്തിട്ടില്ല. അതാണ് ഡോക്ടറെ ഇൻഡിക്കേഷൻ എന്താണ്? അതും ഈ പറഞ്ഞ പോലെ തന്നെ CKL കോർ ഇനീഷ്യലി ഈ CKL കോർ സിസിജിയും കൂടെ ഒരുമിച്ച് കൊടുത്തപ്പോഴാണ് ഈ പറഞ്ഞ പോലെ കുറഞ്ഞത്. അത് ഡാഡി ഞങ്ങളാരും ഇതുവരെ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചാണ്. ആണോ? ഓക്കെ. ഞാൻ ജസ്റ്റ് ടിഞ്ചർ 1-2 പ്രാവശ്യം അത് CKL കോർ സിസിജിയും കൂടെ ഒരു കോമ്പിനേഷൻ കൊടുത്തിട്ട് കുറഞ്ഞിട്ടൊക്കെ ഉണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കാനോ അതോ? അല്ലല്ല, CKL കോർ 10 ml, സിസിജിയും 10 ml. ഇത് 20 ദിവസത്തേക്കുള്ള ഡോസേജ് ആട്ടോ. അതായത് CKL കോർ ഇതുവരെ കേട്ടിട്ടില്ല. ട്രൈ ചെയ്ത് നോക്കാം. കൊടുക്കുകയാണ്. ഞാൻ ഡാഡി വന്നിട്ട് കൊടുക്കുന്നയാ, അല്ലാതെ ഞാൻ ഇത് റിസർച്ച് ചെയ്ത് അങ്ങനത്തെ ഒന്നുമല്ല. കേട്ടിട്ടില്ല. നമ്മൾ ഇവിടെ ഇരിക്കുന്ന ആരും കേട്ടതായിട്ട് ഒരു അനുഭവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സെഫലാൻഡ്ര കൊടുക്കാറില്ലേ? സെഫലാൻഡ്ര ടിഞ്ചർ കൊടുക്കാറില്ലേ? ജിമിനിമ കൊടുക്കാറുണ്ട്. അബ്രോമാഗസ്റ്റ കൊടുക്കാറില്ലേ? അബ്രോമാഗസ്റ്റ ഇത് കൊടുത്തിട്ടില്ല, ട്രൈ ചെയ്ത് നോക്കാം. ജിമിനിമ കൊടുക്കാറുണ്ട്. നമ്മുടെ സമയം ഏകദേശം അല്ല, സമയം കഴിഞ്ഞു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. എന്തായാലും വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഇനിയും വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് ഡോക്ടർ തീർച്ചയായിട്ടും വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി ഷഫീഖ് ഡോക്ടറെ ക്ഷണിക്കും. ആണെങ്കിലും ഒരു സ്പെഷ്യൽ താങ്ക്സ് തന്നെ പറയണം. കാരണം ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെയാണ് ഹോമിയോ ഡോക്ടർമാർക്ക് വളരെ ആവശ്യമുള്ളത്. അല്ലാതെ വെറുതെ ഇങ്ങനെ തെറാപ്യൂട്ടിക്സ് മാത്രം പറഞ്ഞു പോകുന്നതിനേക്കാളും ഇങ്ങനെയുള്ള അസസറി മാനേജ്മെന്റുകളും നമ്മളെ ഹോമിയോ ഡോക്ടർമാര് ചികിത്സയുടെ ഭാഗമാക്കണം. എന്താണെങ്കിലും ഡോക്ടർ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ക്ലാസ്സുകളായിട്ട് വരിക. GFPHന്റെ പേരിലും ഇതിൽ പങ്കെടുത്ത എല്ലാവരുടെ പേരിലും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ, നന്ദി ഷഫീഖ് ഡോക്ടറെ.
എന്തായാലും ഡോക്ടർ വളരെ ആത്മാർത്ഥമായി തന്നെയാണ് ഇന്നത്തെ ക്ലാസ് ഡോക്ടർ കൊടുക്കുന്ന കാര്യങ്ങളും എല്ലാം തുറന്ന് നമ്മളോട് സംസാരിച്ചു. നമുക്കത് പരീക്ഷിച്ച് നോക്കാം. നമുക്ക് ഗുണം കിട്ടുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. എന്തായാലും ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഇന്നത്തെ മലയാള സെഷനോട് അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം.